ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസിനെ കുറിച്ച് NBFC എന്ന പൊതുവെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിലൊക്കെ കേട്ടിട്ടുള്ള നോൺ ഫിനാൻഷ്യൽ ബാങ്കിങ് കമ്പനീസിനെ കുറിച്ചാണ് വിജയ തോമസ് സാർ നമ്മൾ സംസാരിക്കുന്നത്. ഫിനാൻഷ്യൽ കമ്പനികളെ പോലെ തന്നെ നോൺ ബാങ്കിങ് തരത്തിലുള്ള പലതരത്തിലുള്ള കമ്പനികളുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ രീതികളെല്ലാം സാർ നമ്മളോട് സംസാരിക്കും. ഇവിടെ എല്ലാവരുടെയും പേരിൽ തോമസ് സാറിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. തോമസ് സാർ. ഓക്കെ സാറേ, ഞാൻ വളരെ സന്തോഷപൂർവ്വം സാറിന്റെ ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഫിനാൻഷ്യൽ അല്ല എടുത്തത്, എന്നാലും വീണ്ടും നമ്മുടെ പഴയ മേഖലയിലേക്ക് തന്നെ വീണ്ടും പോകുന്ന ഫിനാൻഷ്യൽ ഫീൽഡിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഫീൽഡിൽ ഞാൻ കൂടുതൽ എടുത്തിരുന്ന ബാങ്കിങ് മേഖലകളെ പറ്റിയുള്ളതാണ് കൂടുതൽ ക്ലാസ്സുകൾ എടുത്തത്. ഇനിയിപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ചിലതും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവവും സത്യവും. അപ്പം അതിനെപ്പറ്റി ചെറുതെ ഒരു മെൻഷൻ ചെയ്യാം. ഇവിടെ പലർക്കും എന്നെക്കാൾ ആ കാര്യത്തിൽ ആധികാരികം പറയാൻ കഴിയുന്നവരുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതിനെപ്പറ്റി ചെറിയൊരു അവയർനെസ് അത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നു. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. നമ്മുടെ നാട്ടിൽ പൊതുവെ മൊത്തത്തിൽ നാട്ടിൻ പുറത്ത് ഒരാൾക്ക് പൈസയ്ക്ക് പെട്ടെന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അവൻ്റെ കൊടുക്കാൻ സെക്യൂരിറ്റി ഒന്നും ഇല്ലെങ്കിൽ അവൻ ആദ്യം പോയി ചെയ്യുന്നത് എന്താ? സാധാരണ മനുഷ്യരുടെ ഒരവസ്ഥ. അവര് ആരെ സമീപിക്കും? സ്വർണ്ണപ്പണയമാണ്. സ്വർണ്ണപ്പണയം. സ്വർണ്ണപ്പണയം. സ്വർണവും കയ്യിലില്ലെങ്കിൽ അത് തന്നെ. അതാണ് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുള്ളൊരു സാധനമാണ്. അതിന് നമ്മളൊരു മൊത്തം പേരിട്ടിട്ടുണ്ട്, ബ്ലേഡ് കമ്പനി. ബ്ലേഡ് കമ്പനി നമ്മുടെ നാട്ടിൽ ധാരാളമായി വർക്ക് ചെയ്യുന്നുണ്ട്, വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്, വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അവർ വളരെ ലാഭത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മേഖല സജീവമാണ്. അവർക്ക് ഇന്നും പ്രവർത്തിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്, അതിനുള്ള അവസരം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള ബ്ലേഡ് കമ്പനിയും ഇവിടെ നന്നായി പ്രവർത്തിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ബാങ്കിങ്ങിനോ അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ മേഖലയോ സമീപിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ. അപ്പം സാധാരണഗതിയിൽ ഒരു ഫിനാൻഷ്യൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് മേഖലയാണ്, ബാങ്കുകളാണ്. എന്നാൽ ബാങ്കിനപ്പുറത്തേക്കും ഇതുപോലുള്ള ബ്ലേഡ് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു ബ്ലേഡ് അല്ലെങ്കിലും ബ്ലേഡ് പോലെ പ്രവർത്തിക്കാൻ അനേകം സ്ഥാപനങ്ങളെ നമ്മുടെ സർക്കാർ അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റിസർവ് ബാങ്ക് അനുവദിക്കും. അങ്ങനെയുള്ള വ്യത്യസ്തമായ, എല്ലാം ഇങ്ങനെ ബ്ലേഡ് ഉള്ള രീതിയിലായിരിക്കണമെന്നില്ല, അങ്ങനെയുള്ള വ്യത്യസ്ത മേഖലയിലുള്ള ഫിനാൻഷ്യൽ കമ്പനികളെ പൊതുവെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ബാങ്കിങ് ഒഴിച്ചുള്ളതിന്, NBFC. NBFC എന്ന് പറഞ്ഞ പത്രത്തിൽ അതുമൊക്കെ ധാരാളം നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് NBFC. NBFC എന്ന് പറഞ്ഞാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. നമ്മുടെ നാട്ടിൽ ഉള്ള ചില ഫിനാൻഷ്യൽ, നമ്മുടെ നാട്ടിൻ പുറത്ത് വർക്ക് ചെയ്യുന്ന ചില ഫിനാൻഷ്യൽ കമ്പനികളെ പറ്റി പറയാൻ പറ്റും. NBFC SAP. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് ഈ കോഓപ്പറേറ്റീവ് ബാങ്കിന് ബാങ്ക് എന്ന് പറയാൻ പറ്റിയാലെന്നാ പറയുന്നത്. അതിന്റെ ഇത് കേരള ഗവൺമെന്റ് ഇതുവരെ അതങ്ങോട്ട് പ്രായോഗികമാക്കിയിട്ടില്ല. ഗവൺമെന്റ് അത് അംഗീകരിച്ചിട്ടില്ല. ഇനി അംഗീകരിക്കേണ്ട സ്ഥിതിയിലേക്ക് വരും, അത് ശരിയായിരിക്കും. പക്ഷെ ഇതുവരെ കേരള ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമം ഇതുവരെ പ്രാബല്യത്തിൽ വരുത്താൻ തയ്യാറായിട്ടില്ല. ഓക്കെ. അപ്പം ആ രീതിയിലാണ് പോകുന്നത്. നമ്മളിവിടെ ഈ പണയത്തിന് കൊടുക്കുന്നതൊക്കെ നോൺ ബാങ്കിങ്ങിലല്ലേ അവരൊക്കെ? പണയം മേടിച്ചോണ്ട് സെക്യൂരിറ്റി മേടിച്ചോണ്ട് കൊടുക്കുന്നത്, ആധാരം അവരെല്ലാം ഇത് തന്നെയാണ് സാർ. അതെല്ലാം NBFC തന്നെയാണ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, LIC, നമുക്ക് ഇൻഷുറൻസ് മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് LIC. വാട്ട് ഔട്ട് LIC? അത് നോൺ ബാങ്കിങ് അല്ലേ? അതും ഇറ്റ് ഈസ് ഓൾസോ ആൻ NBFC അല്ലേ ജ്യോതികുമാർ സാറേ? വെദർ ഇറ്റ് ഈസ് ആൻ NBFC? NBFC എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അത് എന്താ പറയുക, കൺസെപ്റ്റ് കംപ്ലീറ്റ് ഇൻഷുറൻസ് ആണല്ലോ. ഇൻഷുറൻസ് എന്നുള്ളത് വരുന്നില്ലെങ്കിലും ഒരു ചെറിയ സേവിങ്സ് അതിന്റെ കൂടെ ചേർത്തു എന്ന് വയ്ക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് ആണ് ബേസിക്.
ഇൻഷുറൻസ് ബേസ് ആണെങ്കിലും ഇറ്റ് ഈസ് ഹാൻഡ്ലിങ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അല്ലേ, ഫിനാൻസ് അല്ലേ അതിൻ്റെ അത് അൾട്ടിമേറ്റ്. അല്ല അതുകൊണ്ട് 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 തന്നെ അതൊരു ബാങ്കിങ് കമ്പനി അല്ല, ഇറ്റ് ഈസ് ഓൾസോ ആൻ NBFC. NBFC വേണം നമുക്ക് വിളിക്കാവുന്ന ഒരു കമ്പനിയാണ് LIC. അതുപോലെ തന്നെ മറ്റ് ഇൻഷുറൻസ് കമ്പനി ഉണ്ടല്ലോ, നമ്മുടെ യുണൈറ്റഡ് ഇന്ത്യ, നാഷണൽ ഇൻഷുറൻസ്, ഇവയെല്ലാം ഫിനാൻഷ്യൽ മേഖലയിലുള്ള സ്ഥാപനങ്ങൾ തന്നെയാണ്. എന്നാൽ അവർക്ക് ബാങ്കിങ് ആക്ടിവിറ്റി ഇല്ലതാണ്. അതുകൊണ്ട് അതിനെ NBFC കാറ്റഗറിയിൽ തന്നെ നമുക്ക് ഇനി അതിനെ വിട്ട് നമ്മൾ പൊതുവെ കാണുന്ന നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരെണ്ണമാണ് വാട്ട് അബൌട്ട് മുത്തൂറ്റ് ഫിനാൻസ്, വെദർ ഇറ്റ് ഈസ് ആൻ NBFC. അത് മറ്റേ പമ്പാനദി കൂടെ ഒഴുകിപ്പോയില്ലേ കഴിഞ്ഞ ദിവസം? അതൊന്നും അങ്ങനെ ഒഴുകി പോവുകയല്ല സാർ, അതിപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുക. അപ്പൊ മുത്തൂറ്റ് ഫിനാൻസ്, മുത്തൂറ്റ് ഫിൻകോർപ്പ്, മിനി മുത്തൂറ്റ്, അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. അപ്പൊ എല്ലാം NBFC തന്നെയാണ്. ഒത്തിരി പുതിയ കമ്പനികളും വന്നിട്ടുണ്ടല്ലോ സാറേ, NBFC പറഞ്ഞു. NBFC ഉണ്ട്. ഈ ചിട്ടി കമ്പനികളെ NBFC പെടൂലേ? ചിട്ടി കമ്പനികള് NBFC ആണ്. KLM NBFC ആണ്. കൊച്ചിയിലുള്ള നെടുമ്പറമ്പ്, ഇതെല്ലാം ഈ പറയുന്ന എല്ലാം NBFC കാറ്റഗറിയിൽപ്പെട്ട കമ്പനികൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ NBFC എന്താണെന്നുള്ളതിനെ പറ്റി ജസ്റ്റ് നമുക്ക് ഒന്ന് ചെയ്യാം. ഞാൻ എൻ്റെ PPT ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ സാർ. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോവാം. ഇതാണ് NBFC, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ബാങ്കിങ് റെഗുലേഷനകത്തു വരാത്ത ഫിനാൻഷ്യൽ കൈകാര്യം ചെയ്യുന്ന ഏത് സ്ഥാപനത്തിനെയും നമുക്ക് NBFC അഥവാ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് പറയും. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒന്നാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ജോലി എന്താണ്? നമ്മളത് മേടിക്കുക, അവർ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മുടെ കാശ് ഇൻവെസ്റ്റ് ചെയ്യുക, അത് തന്നെ. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ട് ഉണ്ടാക്കാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അവരും ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ആണ് അല്ലേ. മറ്റുള്ള ബാങ്കുകൾക്ക് IPO ഉണ്ടാക്കാൻ അവരെ അസിസ്റ്റ് ചെയ്യുന്നത്, അവർക്ക് പബ്ലിക് ഇഷ്യൂ നടത്താനായിട്ട് അവരെ സഹായിക്കുക, അങ്ങനെയുള്ളതാണ്. അവരല്ല ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ഫണ്ട് മേടിക്കുന്നവരല്ല, അവർ ഫണ്ട് മേടിക്കാൻ അസിസ്റ്റ് ചെയ്യുന്നു, അത് മാത്രമാണ് അവരുടെ റോൾ, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസി സർവീസ് ചെയ്യുക, പിന്നെ കമ്പനികൾ തമ്മിൽ മർജ് ചെയ്യുക, അല്ലെങ്കിൽ അമാൽഗമേഷൻ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവരെ സഹായിക്കുക. അതൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് തീർച്ചയായിട്ടും NBFC കാറ്റഗറി. മറ്റേതാണ് മോർഗേജ് ലെൻഡേഴ്സ്, അതായത് വസ്തു ഈട് വെച്ചുകൊണ്ട് അല്ലെ പണയം മേടിച്ചുകൊണ്ട് വായ്പ കൊടുക്കുന്ന, നമ്മുടെ ഇവിടെ അഗ്രികൾച്ചറൽ ലെൻഡേഴ്സ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം ഉണ്ട് നമുക്ക്, സർക്കാർ, നമ്മുടെ കേരള ഗവൺമെന്റ് അങ്ങനെയൊക്കെ. ഇവരെല്ലാം വസ്തു പണയത്തിന്മേൽ വായ്പ കൊടുക്കുന്ന അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, അവരെല്ലാം മോർഗേജ് ലെൻഡേഴ്സ്, അവര് എല്ലാം NBFC കാറ്റഗറി. പിന്നെ മറ്റൊന്നാണ് മണി മാർക്കറ്റ് ഫണ്ട്സ്. മണി മാർക്കറ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് അവർ കളക്ട് ചെയ്യുക, എന്നിട്ട് ലെൻഡ് ചെയ്യുക. അതായത് നമ്മുടെ ട്രഷറി ബിൽസ് അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്സ്യൽ പേപ്പർ, അങ്ങനെയുള്ള പേപ്പറുകൾ എല്ലാം ഇഷ്യൂ ചെയ്തിട്ട് പബ്ലിക്കിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ട് അവർ ലെൻഡ് ചെയ്യും. അങ്ങനെയുള്ള അവരാണ് മണി മാർക്കറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അവർ ഇതിനകത്ത് തീർച്ചയായിട്ടും. മറ്റൊരു മേഖലയാണ് ഇൻഷുറൻസ് കമ്പനീസ്. ഇൻഷുറൻസ് കമ്പനീസ് ജ്യോതികുമാർ സാർ പറഞ്ഞു, their മെയിൻ ആക്ടിവിറ്റി ഈസ് ടു കവർ ഇൻഷുറൻസ്. അവരുടെ ലൈഫ് റിസ്ക് കവർ ചെയ്യുകയാണ് അവരുടെ ജോലി. എന്നാലും അവർ കവർ ചെയ്യുന്ന ഫിനാൻസ് വഴിയാണ്.
ആളുടെ ജീവൻ കവർ ചെയ്യാന്ന് പറഞ്ഞാൽ ജീവൻ ഉണ്ടാക്കി കൊടുക്കാൻ അവർക്കാവില്ല. അവന്റെ ജീവൻ പോയാൽ മറ്റുള്ളവർക്ക് ഒരു സപ്പോർട്ടാണ്, ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് അവർ ഒരു ഇൻഷുറൻസ് വഴി. സോ ആ ഇൻഷുറൻസ് കമ്പനിയും ദാറ്റ് ഈസ് ഓൾസോ കമ്മിങ് അണ്ടർ NBFC കമ്പനീസ്. പിന്നെ മറ്റൊന്നാണ് ഹഡ്ജ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ഹഡ്ജ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ മുമ്പ് പറഞ്ഞ ഇതുപോലെ തന്നെയുള്ളതാണ്. അവര് ഫണ്ട് റേസ് ചെയ്യുക, ആ ഫണ്ട് റേസ് ചെയ്തുകൊണ്ട് ആ ഫണ്ട് മാനേജേഴ്സിന്റെ അസിസ്റ്റന്റ് വാങ്ങിച്ചുകൊണ്ട് അതുവഴി ഇൻവെസ്റ്റ് ചെയ്യും. അവരെ നേരിട്ടല്ല, അവരവർ ഫണ്ട് മാനേജേഴ്സിനെ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഫണ്ട് മാനേജേഴ്സ് വഴി ഇൻവെസ്റ്റ് ചെയ്യും. അതിന് കളക്ട് ചെയ്യുന്ന ഫണ്ടിന്റെ പേരാണ് ഹെഡ്ജ് ഫണ്ട്സ്. പിന്നെ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സ്, അതും ഏതാണ്ട് ഈ പറഞ്ഞ പോലെ തന്നെയുള്ളതാണ്. ഈ മ്യൂച്വൽ ഫണ്ട് പോലെ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുക, എന്നിട്ട് അവരുടെ എക്സ്പേർട്സ് വഴി അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പുണ്ട് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സ്. മറ്റൊന്നാണ് PTP ലെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഈ PTP ലെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ക്രൗഡ് ഫണ്ടിങ് ഉണ്ട്. അവര് മറ്റുള്ളവരിൽ നിന്ന് ഡെപ്പോസിറ്റ് കളയാൻ അവർക്ക് അധികാരമില്ല. അവർ മറ്റുള്ളവരിൽ നിന്നും ബോറോ ചെയ്യും. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോലെ അങ്ങനെയുള്ള പല ഫണ്ടുകളായിട്ട് ബോറോ ചെയ്യും. എന്നിട്ട് അത് അവർ ലെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് ഓൾസോ PTP ലെൻഡേഴ്സ്. KSFE ഈസ് ഓൾസോ ഇതിനകത്ത് ഞാൻ ഇപ്പൊ പറയാത്ത ഒരെണ്ണോട് ചിട്ടി ഫണ്ട്സ്. ചിട്ടി ഫണ്ടുകളെല്ലാം, അതായത് ബാങ്കിങ് ആക്ടിവിറ്റി അല്ലാത്തത് എന്ത് ചെയ്യുന്നോ അതെല്ലാമാണ് എല്ലാ NBFC. ബാങ്കിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യുക. ഒരു ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആർക്കും ചെയ്യാൻ പറ്റില്ല, അത് ബാങ്ക്സിനെ ചെയ്യും. അതുപോലെ തന്നെ ഒരു DD ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്, ഈ നെഫ്റ്റ്, RTGS അങ്ങനെയുള്ള മണി ട്രാൻസ്ഫർ ഫെസിലിറ്റീസ് അതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ ബാങ്കുകൾക്കേ ഉള്ളൂ അധികാരം. അതിനുള്ള അധികാരം റിസർവ് ബാങ്ക് അവർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയുള്ള ബാങ്കുകൾക്ക് സ്പെസിഫിക് ആയി കൊടുത്തിട്ടുള്ള ആ അധികാരങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത, എന്നാൽ ആൾക്കാരുടെ ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്കും ഒറ്റ വാക്കിൽ NBFC അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പൊ ട്രഷറി ഏതിൽ വരും? ട്രഷറി അതിനകത്ത് വരുന്നതല്ല. ട്രഷറി ഈസ് ദ ഫണ്ട് മാനേജേഴ്സ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ഫണ്ട് മാനേജ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ട്രഷറി. അതിനെ ഈ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. ഈ കടപ്പത്രങ്ങളൊക്കെ എങ്ങനെ വരും? കടപ്പത്രങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. കടപ്പത്രങ്ങളെല്ലാം നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സ് അതിൽ വരുന്നതാണല്ലേ? അതിൽ വരുന്നു. അതല്ല ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞു കൊമേഴ്ഷ്യൽ പേപ്പർ ഉണ്ട്, CP കൊമേഴ്ഷ്യൽ പേപ്പർ, മണി മാർക്കറ്റ് ഫണ്ട്സ് ഒക്കെ, അതും ഇതുപോലെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ചെയ്യുന്ന സ്ഥാപനങ്ങളെല്ലാം they are all NBFCs, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. നിധി കമ്പനികളുണ്ടല്ലോ സാർ. നിധി കമ്പനി ഈസ് ഓൾസോ എ NBFC. പക്ഷെ ഫുള്ളി NBFC എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ചില സ്പെഷ്യൽ റൈറ്റുകൾ ഉള്ളതാണ് NBFC. നിധി കമ്പനീസിൽ ഇങ്ങനെയുള്ള ഈ ഫിനാൻഷ്യൽ കമ്പനികളിൽ ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ വളരെ അപൂർവമാണ്. സ്പെസിഫിക് പെർമിഷൻ ഉള്ളവർക്ക് മാത്രമേ ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവർക്ക് ബോറോ ചെയ്യാം, മ്യൂച്വൽ ഫണ്ട് വഴിയൊക്കെ ബോറോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് രീതിയിൽ അവർക്ക് ബോറോ ചെയ്യാൻ, എന്നാൽ ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നിധി കമ്പനികൾക്ക് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാൻ പറ്റും. അതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ ഇപ്പോൾ പോകുന്നില്ല. നിധി കമ്പനിയെ പറ്റി നമുക്ക് അത് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് വേറൊരു പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് നിധിയെ പറ്റി കൂടുതൽ പോകുന്നില്ല. പക്ഷെ നിധി ഈസ് ഓൾസോ ആൻഡ് NBFC. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ലീഗൽ ബാക്ക്ഗ്രൗണ്ട്. ഈ NBFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ്, അതിനൊരു ലീഗൽ പേഴ്സണാലിറ്റി ഉണ്ട്, വ്യക്തിത്വം ഉണ്ടോ, ലീഗൽ എൻറ്റിറ്റിയാണ്. അതിനെപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1950 പ്രകാരം ഓപ്പൺ ചെയ്യുന്ന കമ്പനിയാണ്. അതൊരു ലീഗൽ പേഴ്സൺ ആണ്. അതിനൊരു ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അവർക്കെതിരെ നമുക്ക് സ്യൂട്ട് ഫയൽ ചെയ്യാം. ഏത് രീതിയിലുള്ള ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. അങ്ങനെയുള്ള അവർക്ക്
ഈ ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യുന്നത് ഒഴിച്ച് അവർക്ക് ഫണ്ട് റേസ് ചെയ്യാം. ബോറോഡ് ഫണ്ട് വഴി അവർക്ക് റേസ് ചെയ്യാൻ പറ്റും. അവർക്ക് അക്വിസിഷൻ ഓഫ് ഷെയർസ് ചെയ്യാൻ പറ്റും, IPO ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും, സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും, സ്റ്റോക്ക് കൈമാറാൻ പറ്റും. ബ്രോക്കേഴ്സ് ദേ ആർ ഓൾസോ ഇത് കമ്മിങ് അണ്ടർ NBFC, സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അല്ല സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, ഇങ്ങനെയുള്ള ഇതെല്ലാം ഇതിനകത്ത് NBFC കാറ്റഗറിയിൽ മൊത്തം വരുന്നത്. പിന്നെ ബോൺസ് ഇഷ്യൂ ചെയ്യുന്നത്, ഹയർ പർച്ചേസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഹയർ പർച്ചേസ് ആക്ടിവിറ്റികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ, ഇവയ്ക്കെല്ലാം അവർ കമ്പനീസ് ആക്ട് 1956 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവർക്ക് ഇതിനുള്ള ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അവർക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാം. ഫിനാൻഷ്യൽ മേഖലയിലാണ് ഒരു ജോലി ചെയ്യുന്നത്. അവർക്ക് പക്ഷേ ബാങ്കിങ് ആക്ടിവിറ്റി ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യാം. ഹയർ പർച്ചേസ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. അതായത് നമുക്ക് ഇൻസ്റ്റാൾമെന്റ് പോലെ സാധനങ്ങൾ തരും. അങ്ങനെയുള്ള ഹയർ പർച്ചേസ് സ്ഥാപനങ്ങൾ അവരും ഇതിനകത്ത് വരുന്ന, ഈ കാറ്റഗറിക്കകത്ത് വരുന്ന ആൾക്കാർ. ഓക്കെ, അടുത്ത NBFCയും ബാങ്ക്സുമായിട്ടുള്ള ഡിഫറൻസ് നമ്മൾ നോക്കി, നമ്മൾ ഇതിനെപ്പറ്റി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. NBFCക്ക് ഈ ബാങ്കിങ് ആക്ടിവിറ്റി, അതായത് നമ്മുടെ ക്ലിയറിംഗ് പോലുള്ള ആക്ടിവിറ്റി, ചെക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി, സെറ്റിൽമെന്റ് ആക്ടിവിറ്റി, ഇങ്ങനെയുള്ളതൊന്നും ചെയ്യാനായിട്ടുള്ള അധികാരമില്ല. DD ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അവർ കളക്ട് ചെയ്യുന്ന ഫണ്ടുകൾക്ക് ബാങ്കുകൾക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ട്. നമ്മുടെ DICGC, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ ഒരു കവറേജ് ഉണ്ട്. ആ സ്ഥാപനം നശിച്ചു പോയാൽ അതിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് അത്രയും ഇൻഷുറൻസ് കവറേജ് ആ ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥതയുണ്ട്. അങ്ങനെയുള്ള ഇപ്പോഴത്തെ DICGCയുടെ കവറേജ് എമൗണ്ട് എത്രയാന്ന് പറയാൻ പറ്റുമോ? എത്ര ലക്ഷം? 5 ലക്ഷം. ഇപ്പൊ 5 ലക്ഷമായിട്ട് റേസ് ചെയ്തിട്ടുണ്ട്. 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അതെല്ലാം ബാങ്കുകൾക്കുണ്ട്. പക്ഷെ NBFC കളക്ട് ചെയ്യുന്ന ഒരു ഫണ്ടുകൾക്കും ഇങ്ങനെയുള്ള DICGCയുടെ ഗ്യാരണ്ടി കവർ ഇല്ല. അതുകൊണ്ട് ആ ഒരു റിസ്ക് ഫാക്ടർ അവർ കമ്പനിക്ക് കമ്പയറബിളി കൂടുതലാണ്. അപ്പം നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആ കമ്പനിയുടെ നിലവാരം എന്താണ്, കമ്പനിയുടെ നില എന്താണ്, കമ്പനിയുടെ സ്റ്റാൻഡ് എന്താണ്, കമ്പനി കൂട്ടിപ്പോവും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻഷുർ ചെയ്യേണ്ട, അതിൻ്റെ റിസ്ക് ഫാക്ടർ എൻഷുർ ചെയ്യേണ്ട ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ലെൻഡ് ചെയ്യുന്ന ആളിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിന് ഈ DICGCയുടെയോ ഗവൺമെന്റിൻ്റെയോ ഒന്നും ഗ്യാരണ്ടി അതിന് ഇല്ല. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ NBFC എന്ന് നമുക്ക് പറയാം. ഇത് നമ്മളുടെ ഡിഫറൻസ് ഇതാണ്. ഈ ഡിഫറൻസ് നിലനിൽക്കുന്നു. ഓക്കെ, അടുത്തത് മറ്റേ ഈ ബാങ്കുകളെല്ലാം കൺട്രോൾ ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പക്ഷെ ഇവരെ കൺട്രോൾ ചെയ്യുന്ന നേരിട്ട് റിസർവ് ബാങ്ക് അല്ല. റിസർവ് ബാങ്ക് ഇറക്കിയ റൂള് ഇവർക്ക് ബാധകമാണ് എങ്കിൽ പോലും ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് നോൺ ബാങ്കിങ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രത്യേക കോർപ്പറേറ്റ് സെക്ഷനിലുള്ള ഒരു സ്ഥാപനമാണ്. അവരാണ് ഇങ്ങനെയുള്ള NBFC കമ്പനികളെയെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നത്. അല്ലാണ്ട് RBI നേരിട്ട് ഇവരുടെ ആക്ടിവിറ്റികളിൽ ഇടപെടാൻ പറ്റില്ല. പക്ഷെ ആക്ടിവിറ്റി ഇവർ നടത്താൻ തക്കവണ്ണം RBI കൊടുത്തിരിക്കുന്ന ഒരു ലൈസൻസ് ഉണ്ട്. RBIയുടെ ചാപ്റ്റർ 3BC, ചാപ്റ്റർ 5 ഇവ തമ്മിൽ പ്രകാരം അവർക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പെർമിറ്റ് ചെയ്തിട്ടുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് അവർക്ക് ചെയ്യാം. പക്ഷെ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് നോൺ ബാങ്കിങ് സൂപ്പർവിഷൻ DNBS ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും. ഇനി ഫിനാൻഷ്യൽ കമ്പനികൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ ഇത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫിനാൻഷ്യൽ കമ്പനീസ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് കമ്പനികളാണ്, ഇൻഷുറൻസ് കമ്പനികൾ ഇതാണ്, ബ്രോക്കറേജ് ഫേംസ് അതായത് നമ്മുടെ ഷെയർ ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ, ഇവയെല്ലാം ഫിനാൻഷ്യൽ കമ്പനികളുടെ ഡെഫിനിഷനകത്ത് വരുന്നവരാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫിനാൻഷ്യൽ കമ്പനിയാണ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ഫിനാൻഷ്യൽ കമ്പനീസ് ആണ്, ഇൻഷുറൻസ് കമ്പനി ഫിനാൻഷ്യൽ കമ്പനീസ് ആണ്, ബ്രോക്കറേജ് ഫേംസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്.
മറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞ PTP ഫണ്ട്സ് ഇങ്ങനെയുള്ള എല്ലാവരും they are under the name of financial companies. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്ന ബാങ്കിങ് ആക്ടിവിറ്റി അല്ലാത്തതിനെയല്ല നമ്മൾ NBFC എന്ന് വിളിക്കും. ഇനി നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ NBFC എന്ന് പറയുന്നത് നമ്മുടെ ടാറ്റ ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ NBFC എന്ന് പറയാം. ടാറ്റ സൺസ് ലിമിറ്റഡ് ആണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ഉള്ള ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു NBFC എന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ടാറ്റ ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസ്. അതാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരമുള്ള ഏറ്റവും വലിയ കമ്പനി. ഇനി ഇതിന്റെ മുമ്പ് നമ്മൾ ചോദിച്ച ഇതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ്. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും ഹൗസിംഗ് ചെയ്യുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അല്ലാത്ത ഹൗസിംഗ് ചെയ്യുന്ന ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ് ഉണ്ട്, പ്രൈവറ്റിൽ വരെ. അങ്ങനെയുള്ള ആ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾസ് എല്ലാം NBFCs ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞ മർച്ചന്റ് ബാങ്കിങ് കമ്പനീസ്, അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞ മർച്ചന്റ് ബാങ്കിങ് ആക്ടിവിറ്റി ചെയ്യുന്ന മറ്റ് കമ്പനികൾക്ക് പബ്ലിക് ഇഷ്യൂ ചെയ്യാനായിട്ട് അവരെ അസിസ്റ്റ് ചെയ്യുന്നവരെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മർജർ അമാൽഗമേഷൻ എല്ലാവരെയും അസിസ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഫിനാൻഷ്യൽ കൺസൾട്ടൻസി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഇവയെല്ലാം മൊത്തത്തിൽ മർച്ചന്റ് ബാങ്കിങ് എന്ന് പറഞ്ഞ കാറ്റഗറി വരുന്ന അവര് ഇതിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനീസ് ഉണ്ട്. നമുക്കിവിടെ പോപ്പുലർ ആയിട്ടുള്ള ഗോദ്റെജ് അല്ല, നമ്മുടെ ജിയോജിത്ത് ആണ് നമുക്കിവിടെ അറിയപ്പെടുന്നതിൽ നല്ലൊരു ഇതാണ് ജിയോജിത്ത്. അതുപോലെ തന്നെ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പൊ അവയെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിന് അകത്തു വരുന്നതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ്, ഫണ്ട് റേസ് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യുന്ന വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ്, അതായത് മറ്റുള്ളവർക്ക് ഈ നമ്മുടെ സ്റ്റാർട്ടപ്പ് കമ്പനികൾ പോലെയുള്ള ആ കമ്പനികൾക്ക് അവരുടെ ഫണ്ട് റേസ് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യുകയും ആ ഫണ്ടുകളെക്ക് വേണ്ട ഈ സപ്പോർട്ട് ഇവർ കൊടുക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. അവരെയാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ്. ഈ സ്ഥാപനം വളർന്നു കഴിയുമ്പോൾ ഇവർ മുടക്കിയ ഫണ്ടുകളെ അവരവരുടെ ഷെയർ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഫണ്ടുകളുണ്ട് വെഞ്ചർ ക്യാപിറ്റൽ. അവ NBFCs ആണ്. പിന്നെ നിധി കമ്പനീസ്, മുമ്പ് ചോദിച്ച നിധി കമ്പനികൾ. നിധി കമ്പനികൾക്കുള്ള പ്രത്യേകത അവർക്ക് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാനുള്ള അധികാരമുള്ളവരാണ്. അതാണ് നിധി കമ്പനീസ്. ഇപ്പം നമ്മുടെ നാട്ടിൽ പോപ്പുലറായിട്ട് വരുന്ന ഒന്നാണ് നിധി കമ്പനികൾ. എല്ലാ നിധി കമ്പനികളും നമ്മുടെ NBFC കാറ്റഗറി വരും. ഇൻഷുറൻസ് കമ്പനീസ് അത് ഈ കാറ്റഗറിയുടെ എക്സാമ്പിൾസ് ആണ്. ചിറ്റ് ഫണ്ട്സ് ചിട്ടി നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും, നമ്മുടെ നാട്ടിൽ ധാരാളം ചിട്ടി കമ്പനികളുണ്ട്. ഈ ചിട്ടി കമ്പനികളെല്ലാം അംഗീകാരമുള്ളവയെല്ലാം ഈ ഇതിനകത്തുള്ള NBFC കാറ്റഗറി വരുന്നതാണ്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ KSFE. കേരള ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള സ്ഥാപനമാണ്. അതോടൊപ്പം അവർക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനുള്ള അധികാരം, സ്പെഷ്യൽ അധികാരമുള്ള കാറ്റഗറിയിൽപ്പെട്ടത്. ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ അധികാരമുള്ള കമ്പനികൾ വളരെ കുറവാണ്. അതിൽ ഒന്നാണ് നമ്മുടെ KSFE എന്ന് പറയുന്ന സ്ഥാപനം. അപ്പം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം നമ്മൾ ഇതിന് NBFC കാറ്റഗറി എന്ന പേരിലാണ് മൊത്തത്തിൽ നമ്മൾ അറിയപ്പെടുകയും നമ്മൾ കണക്കാക്കുകയും ചെയ്യുന്ന സ്ഥാപനം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രവർത്തനത്തിന് റിസർവ് ബാങ്ക് ആക്ട് പ്രകാരമുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇവർക്ക് ബിസിനസ് തുടങ്ങാനായിട്ടുള്ള ആവശ്യമില്ല. അതിന്ന് അവർ എക്സംപ്റ്റഡ് ആണ്. ആ കാറ്റഗറി പെട്ട ആൾക്കാരാണ് ഈ NBFCs. ഇനി ഇതിനെ NBFC ആയിട്ട് നമ്മൾ കണക്കാക്കണമെങ്കിൽ അതിന്റെ സാറ് ഒരു കാര്യം ചോദിച്ചോട്ടെ. സാറ് നേരത്തെ പറഞ്ഞല്ലോ കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സാറ് പറയുന്നു രജിസ്ട്രേഷൻ വേണം. രജിസ്ട്രേഷൻ വേണം സാറേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നമ്മുടെ മറ്റേ ഇതും പ്രകാരമുള്ള ഇത് വേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു.
ഓക്കെ. അത് മാത്രമേ ഉള്ളൂ. കമ്പനീസ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ വേണം. ഓക്കെ. കമ്പനീസ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ. ഓക്കെ. ഇനി നമ്മൾ NBFC ആയിട്ട് കാറ്റഗറി ചെയ്യണമെങ്കിൽ ഇവർ മൊത്തം ചെയ്യുന്ന ഒരു ബിസിനസ്, അവരിപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതോടുകൂടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയും കൂടെ ആണെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള അവരുടെ അസറ്റിന്റെ 50% കൂടുതൽ ഫിനാൻഷ്യൽ അസറ്റ് ആണെങ്കിൽ അതിനെ NBFC ആയിട്ട് കണക്കാക്കാം. ഇപ്പോൾ ഒരു സ്ഥാപനത്തിന് അവരുടെ കൂടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ഉണ്ട്, ആ കൂടെ അവർ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥാപനം ഹയർ പർച്ചേസ് ബിസിനസ് ചെയ്യുക. ആ ഹയർ പർച്ചേസ് ചെയ്യുന്ന ഒരു സ്ഥാപനം അവരുടെ ഹയർ പർച്ചേസ് ആയിട്ടുള്ള അവരുടെ ഫിനാൻഷ്യൽ അസറ്റ്സ് അത് അവരുടെ ടോട്ടൽ ബിസിനസിന്റെ 50% കൂടുതലാണെങ്കിൽ ആ സ്ഥാപനത്തിനെ NBFC ആയിട്ട് കണക്കാക്കാം. നേരെ മറിച്ച് അവരുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ആണ് ഈ 80%, അവർ ഹയർ പർച്ചേസ് വഴിയുള്ള ഫിനാൻഷ്യൽ ആക്ടിവിറ്റി അവരുടെ 20% ഉള്ളെങ്കിൽ ദേ ആർ നോട്ട് NBFC, ദേ ആർ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. അപ്പം ഒന്നാമത്തെ കാറ്റഗറി അവരുടെ അസറ്റിന്റെ 50% എങ്കിലും ഫിനാൻഷ്യൽ അസറ്റ് ആയിരിക്കണം. ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫിനാൻഷ്യലായിട്ട് ലെൻഡ് ചെയ്തിട്ട് കിട്ടുന്ന ആ അസറ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തിട്ടുള്ള ലോൺസുകൾ എല്ലാം അവരുടെ ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇവര് ആർക്കെല്ലാം ലെൻഡ് ചെയ്തിട്ടുണ്ടോ ആ ലെൻഡ് ചെയ്തിട്ടുള്ള ആ കടക്കാരെല്ലാം ഇവരുടെ ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. ആ ഫിനാൻഷ്യൽ അസറ്റ് ആണ് ഇവരുടെ ടോട്ടൽ ബിസിനസിന്റെ 50% എങ്കിലും വരണം. അതാണ് ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി അവരുടെ ഗ്രോസ് ഇൻകത്തിന്റെ 50% കൂടുതൽ ഇവരുടെ ഈ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി എന്ന് വരണം. അങ്ങനെ വന്നാലും അവയെ NBFC ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ ഒന്ന് അവരുടെ അസറ്റിന്റെ 50%-ലധികം കൂടുതൽ ഫിനാൻഷ്യൽ അസറ്റ് ആയിരിക്കണം ഒന്നുമില്ല, അല്ലെങ്കിൽ അവരുടെ ഗ്രോസ് ഇൻകത്തിന്റെ 50%-ലധികം ഫിനാൻഷ്യൽ ആക്ടിവിറ്റി വഴിയായിരിക്കണം അവർക്ക് കിട്ടുക. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അവര് NBFC ആയിട്ട് കണക്കാക്കാം. ഇനി അവരുടെ അതിന്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി അതിൽ താഴെയാണെങ്കിൽ അതിനെ NBFC ആയിട്ട് കണക്കാക്കുകയില്ല. അപ്പൊ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ ഫിനാൻഷ്യൽ സ്ഥാപനം നടത്തുന്നവരും NBFC അല്ല. NBFC ആകണമെങ്കിൽ അവരുടെ അസറ്റിന്റെ 50% ഫിനാൻഷ്യൽ അസറ്റ് ആയിരിക്കും, അവരുടെ ഗ്രോസ് ഇൻകത്തിന് 50%-ലധികം ഇതിന്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി വഴിയായി. അങ്ങനെയാണ് ദേ ആർ NBFC. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു സാറേ. ഇതിന് സെക്യൂരിറ്റി വെക്കണ്ടേ സാർ? ഏതാ ഈ ഫിനാൻഷ്യൽ റൺ ചെയ്യണേ, അതിന് പെർമിഷൻ വാങ്ങണേ സെക്യൂരിറ്റി വെക്കണ്ടേ? ഇതിന് പ്രത്യേക സെക്യൂരിറ്റി വേണമെന്ന് പറയുന്നില്ല. ഇതിന് ഈ ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന അവരുടെ ക്യാപിറ്റൽ ഫണ്ട് മാത്രമേ ഉള്ളൂ അവരുടെ ഇതായിട്ടുള്ളൂ. ഒരു സ്ഥാപനം രജിസ്റ്റർ ചെയ്ത് വരുമ്പോൾ അവർക്ക് ഒരു ക്യാപിറ്റൽ വേണമല്ലോ സാർ, അല്ലേ? ഈ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് പബ്ലിക് എന്നുള്ള ഒരു ഫണ്ടല്ലേ ഇവരുടെ ക്യാപിറ്റൽ. ആ ക്യാപിറ്റലാണ് അവരുടെ അസറ്റ്, അല്ലാണ്ട് വേറെ അസറ്റിനെ പറ്റി പ്രത്യേക സ്പെസിഫിക്കേഷൻ ഒന്നുമില്ല. ഇവരുടെ ക്യാപിറ്റൽ ഉണ്ടാകണം. അത് ഓരോന്നിനും സ്പെസിഫിക് പറയുന്നുണ്ട്, ഇത്ര % ക്യാപിറ്റൽ ഉണ്ടാവണം. ആ ക്യാപിറ്റൽ മാത്രമേ ഇവർക്ക് പ്രിസ്ക്രിപ്ഷൻ ഉള്ളൂ. ഓക്കെ സാറേ, ഇത് NBFC-ന്റെ അണ്ടർ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? ഒരു സ്ഥാപനം പുറത്തു നിന്ന് അതിന്റെ എക്സാക്ട് ക്രൈറ്റീരിയ ഇതാ ഞാനീ പറഞ്ഞത്. അതേ ഉള്ളൂ. അല്ല, അത് നമുക്കറിയാൻ ഒക്കത്തില്ല. നമുക്ക് പുറത്ത് ഒരാൾക്ക് ഇത് NBFC പ്രകാരം രജിസ്റ്റേർഡ് ആണോ എന്ന് അറിയാൻ എന്താ ഒരു മാർഗം വല്ലതും? കമ്പനീസ് ആക്ട് രജിസ്റ്റേർഡ് ആണ് സാറേ. അതിനകത്തൊരു ഏതെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് പേരുണ്ടല്ലോ ഉണ്ടാവുമല്ലോ. പ്രൈവറ്റ് ലിമിറ്റഡ്. മറ്റേതാണ് ലിമിറ്റഡ്. പബ്ലിക് ലിമിറ്റഡ് ആണെങ്കിൽ അതിൽ ലിമിറ്റഡ് മാത്രമേ പേരുണ്ടാവൂ. അല്ല സാറേ, ഇപ്പൊ റോയ് സാർ ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതായത് നമുക്ക് ചുറ്റും ഇപ്പൊ ഇഷ്ടംപോലെ ഇതുപോലെ കമ്പനികളുണ്ട്. പോപ്പുലർ ഫിനാൻസ്, ചിട്ടി കമ്പനി, അതെല്ലാം ഉണ്ട്, ഒരുപാട് ചിട്ടി. ഈ ഇവരുടെ ബോർഡിൽ ഒന്നും ഇത് NBFC ഇവർ എഴുതുന്നില്ല. അപ്പൊ നമ്മള് ഇതെങ്ങനെ ഒരു സാധാരണക്കാരൻ ഇത് NBFC ആണോ എന്നെങ്ങനെ അറിയും? അതാണ് സാറിന്റെ ചോദ്യം. അതിപ്പം അങ്ങനെ പ്രത്യേക സ്പെസിഫിക് ആയിട്ട് അറിയാൻ നമുക്ക് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇത് NBFC ആണെങ്കിൽ അവരുടെ ഇതിനുള്ള ഇത് ചെയ്യുന്നതിനൊക്കെ ചില ലിമിറ്റേഷൻ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ.
ബാക്കി ഇത് തമ്മിൽ ഏതാണ്ട് അതാ ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്, ഈ ബ്ലേഡ് കമ്പനി പോലെ തന്നെ ഏതാണ്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ഇത്. സാറേ ഒരു ചോദ്യം കൂടെ, ഈ NBFCs-ന് മാത്രമേ ഈ കടപ്പത്രം ഇറക്കാനുള്ള അധികാരമുള്ളൂ? അത് എല്ലാവർക്കും ഇറക്കാവോ? ഇപ്പം നമുക്കിവിടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇല്ല, ഇങ്ങനെയുള്ള NBFCs എല്ലാം ചെയ്യുന്നത് കടപ്പത്രം, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ. അപ്പൊ അത് എല്ലാവർക്കും പറ്റുമോ? അവർക്ക് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാനുള്ള അധികാരം ഇല്ല സാറേ. അപ്പൊ അവർക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുന്ന മാർഗമാണ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് അത് ചെയ്യണമെങ്കിൽ അതിന് ചില സ്പെസിഫിക് ഗവൺമെന്റിന്റെ ഇത്രയുണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ വെച്ചുള്ള ഇതിലുള്ളത് ആണെങ്കിൽ മാത്രമേ അവർക്ക് അതിന്റെ പെർമിഷൻ കിട്ടുള്ളൂ. അല്ല, അതിന് സെക്യൂരിറ്റി ഉണ്ടോ സാറേ? അതിന് സെക്യൂരിറ്റി ആയിട്ട് പ്രത്യേകം ഒന്നും പറയുന്നൊന്നും അല്ല. നമ്മളിപ്പോ അതിനകത്ത് ഈ ഡിബഞ്ചർ മേടിച്ചു, നമ്മളിപ്പം 1 ലക്ഷം രൂപ ഡിബഞ്ചർ മേടിച്ചു എന്ന് സങ്കല്പിക്കുക. അപ്പൊ അങ്ങനെ മേടിക്കുന്ന ഡിബഞ്ചറിന് ഈ കമ്പനിക്ക് ആ പൈസ തിരിച്ചു തരാനുള്ള ഉത്തരവാദിത്വം ഏത് രീതിയിലാണ്? ഏതെങ്കിലും രീതിയിൽ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് പ്രോഫിറ്റിൽ നിന്ന് ലോസിലേക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇട്ട പൈസയുടെ ആ തിരിച്ചു കിട്ടാനുള്ള ആ മാർഗം എന്താണ്? അവർക്ക് സാറേ ഒരു ഫിനാൻഷ്യൽ റാങ്കിങ് കൊടുക്കാറുണ്ട്. നമുക്ക് ആ റാങ്കിങ് വെച്ചിട്ട് ഈ സ്ഥാപനത്തിന്റെ ഇതെന്നാന്ന് നമുക്ക് അവരുടെ ആ ഗ്രേഡ് ഉണ്ടല്ലോ, B1 A1 അങ്ങനെയുള്ള ആ ഗ്രേഡ് അത് വെച്ച് അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ഗ്രേഡ് വെച്ച് നല്ല ഗ്രേഡ് ആണെങ്കിൽ അതിന് വലിയ കുഴപ്പം വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാ ഞാൻ പറഞ്ഞ ആദ്യം തന്നെ, നമ്മൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്ത് കൊണ്ട് മുടക്കാവൂ. നമ്മളെങ്ങനെ അറിയും സാർ? ഫുള്ളി സെക്യൂർഡ് എന്നാണ്. ഫുള്ളി സെക്യൂർഡ് എന്ന് പറഞ്ഞ ആ ഡിബഞ്ചർ നമുക്ക് തരുന്നേ ഒരു സെക്യൂരിറ്റി റെഡീമബിൾ സാറേ, നോ സെക്യൂരിറ്റി. അതിന് സെക്യൂരിറ്റി ഒന്നുമില്ല സാറേ, ഇറ്റ്സ് എ റെഡീമബിൾ. അവര് തിരിച്ചു തരും എന്നുള്ള മാത്രമേ കണ്ടീഷനുള്ളൂ. ആ സ്ഥാപനം പൂട്ടിപ്പോയി കഴിഞ്ഞാൽ യാതൊരു മാർഗവും ഇല്ല, അത് കിട്ടുകയില്ല സാറേ. പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഡിബഞ്ചേഴ്സിന്റെ ഓണേഴ്സിന് തിരിച്ചു കൊടുക്കുന്നില്ല എന്നൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, ഗവൺമെന്റിന് ഒരു ഗ്യാരണ്ടിയും തരുന്നില്ല. ചെയ്യാനുള്ള ഇതും സാറ് പറഞ്ഞ പോലെ റേറ്റിംഗും കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, അതിനുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ വിശ്വാസം. ഈ സ്ഥാപനത്തിന്റെ ആ വിശ്വാസതയിൽ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതേ ഉള്ളൂ. പിന്നെ ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ മറ്റുള്ളതിനേക്കാളും മുമ്പേ നമുക്ക് റൈറ്റ് ഉണ്ട് അല്ലെ തിരിച്ചു കിട്ടാൻ? ഡിബഞ്ചറിന് ആ റൈറ്റ് ഉണ്ട്. അതായത് നമ്മുടെ അൺസെക്യൂർഡുകാരേക്കാൾ കൂടുതൽ നമുക്ക് പ്രയോറിറ്റി ഉണ്ട് കിട്ടാൻ, അത് മാത്രമേ ഉള്ളൂ. പൊളിഞ്ഞു പോയാൽ സാറേ 2 ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. നമ്മുടെ പൊട്ടിപ്പോയ ലിസ്റ്റ് ഇതിൽ ഏത് കാറ്റഗറി പെടും? ഏത് സാറേ? ചാക്കോ സാറിന്റെ ലിസ്റ്റ് ഉണ്ടല്ലോ, ഇതിലൊന്നും അല്ലായിരുന്നു സാറേ, അത് വേറൊരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട കമ്പനിയാണ്. രണ്ടാമത്തെ ഒരു ചോദ്യം, ഈ ഇപ്പൊ നമ്മൾ പറയുന്ന ബാങ്ക്, നല്ല ബാങ്ക് ഒരെണ്ണം പൊട്ടിപ്പോയി, ആളുകൾക്ക് ഈ ഇൻവെസ്റ്റേഴ്സിന് പൈസ ഫുള്ള് തിരിച്ചു കിട്ടുമോ? ബാങ്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ കവറേജ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ സാറേ? ഒരാൾ 1 കോടി കിട്ടാലും 5 ലക്ഷം കിട്ടത്തുള്ളൂ. 5 ലക്ഷമേ ഉള്ളൂ, ഗ്യാരണ്ടി ഉള്ളൂ സാർ. ആ സ്ഥാപനം പൂട്ടിപ്പോയാൽ നമുക്ക് 5 ലക്ഷം ഉള്ളൂ. ബാക്കി പിന്നെ ആ ബാങ്കിന്റെ എന്തെങ്കിലും അസറ്റുകളെല്ലാം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അവർ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് തന്നാൽ കിട്ടും. അല്ലാത്തത് ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി ഉറപ്പുള്ളത് ആ 5 ലക്ഷം മാത്രമേ ഉള്ളൂ. അത് ബാങ്ക് പൊട്ടിപ്പോയാലും അങ്ങനെ തന്നെ. അല്ല, NBFC-ക്ക് അത് ആപ്ലിക്കബിൾ അല്ല. അതാ പറഞ്ഞേ, നമ്മൾക്ക് ഈ സ്ഥാപനത്തോടുള്ള വിശ്വസ്ത, ആ സ്ഥാപനം നിലനിൽക്കും എന്നുള്ള ഒരു ഉറപ്പ്, ഒരു വിശ്വാസം, അത് മാത്രമേ ഉള്ളൂ. വിശ്വാസമാണ് എല്ലാം. അത് തന്നെ. ഒരു 5 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരിടത്ത് ഇടരുത്, നല്ല ബാങ്ക് ആണെങ്കിലും. അങ്ങനെയൊന്നും ഇല്ല സാറേ, അതൊന്നും കുഴപ്പമൊന്നും ഇല്ല. നമ്മള് അല്ലാണ്ട് നമുക്ക് ഇത് കൈ വെച്ചോണ്ടിരിക്കാൻ പറ്റുകയല്ലോ. ജോഷി സാറിന്റെ അടുത്ത് കുട്ടനാട് നിധിയുണ്ട്, അതാണ് ഈ സാറ് പറയുന്നത്. നിധിക്ക് വേറെ കുറെ കണ്ടീഷൻസ് ഉണ്ട് സാർ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാം.
ഈ NBFCസിന് ഇതിന്റെ ഒന്നും അഗ്രികൾച്ചർ ആക്ടിവിറ്റി ഒന്നും ഇതിനകത്ത് കവർ ചെയ്യില്ല, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി കവർ ചെയ്യില്ല. ഇത് ചെയ്യുന്നവർക്ക് ഇതിലൂടെ ഫിനാൻഷ്യൽ ഇത് കവർ ചെയ്യുമെങ്കിൽ പോലും ഈ ആക്ടിവിറ്റി ഒന്നും ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കില്ല. കാരണം അവരും ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ചെയ്യും, പക്ഷെ അതിനെ NBFC അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ അസോൺ ഡേറ്റ് പ്രകാരം 9680 NBFCs രജിസ്റ്റേർഡ് ഉണ്ട് എന്നാണ് കണക്ക്. ലേറ്റസ്റ്റ് കണക്കുള്ളത് ഇതാണ്. 9680 NBFCs ഉണ്ട്. കൊശമറ്റൊക്കെ അതിനകത്താക്കി, ഡെഫിനറ്റ്ലി അത് കൊശമറ്റം 9000 പറഞ്ഞ കണക്കാണോ? 9000 പറഞ്ഞ കേരളത്തിലാണോ അഖിലേന്ത്യാ തലത്തിലാണോ? അതല്ലല്ലോ, ഓൾ ഇന്ത്യ കണക്കാ സാറേ രജിസ്റ്റേർഡ് ആയിട്ട്. ബാക്കിയുള്ള പലതും ഒരുപാടുണ്ട് സാറേ, അതൊന്നും NBFC കാറ്റഗറിയിൽ വരുന്നവരല്ല. അതൊന്നും പിന്നെ കമ്പനീസ് രജിസ്റ്റർ ചെയ്തവരായിരിക്കില്ല. ചിലപ്പോൾ അവർ സ്വന്തം സ്ഥാപനമായിട്ട് നടത്തുന്നത്. അതന്നെ എല്ലാം ബ്ലേഡ് കമ്പനി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഏതിന്റെ ഇൻഡിവിജ്വൽസ് ഒക്കെ പലരും അതിന് പിന്നെ RBIയുടെ തന്നെ ചില ഇതുണ്ടല്ലോ, മണി ലെൻഡിങ്ങിനൊക്കെ വേറെ ചില ലൈസൻസുകളെല്ലാം ഉണ്ട് ഇത് കൊടുക്കാനായിട്ട്. പക്ഷേ എല്ലാ 3 മാസം കൂടുമ്പോൾ ഒരു റിപ്പോർട്ട് കൊടുക്കണം, ആക്ടിവിറ്റീസിന്റെ റിപ്പോർട്ട് കൊടുക്കണമെന്നൊക്കെ നടത്തുന്ന ഒരാളെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെല്ലാം എല്ലാത്തിന്മേൽ ഗവൺമെന്റിന് ഒരു കൺട്രോൾ ഉണ്ടല്ലോ സാർ. എന്നിട്ട് എന്തുകൊണ്ടാണ് ഡൈവേർഷൻ ഓഫ് ഫണ്ട് വന്ന് പോപ്പുലർ ഫൈനാൻസ് പൊട്ടിപ്പോയത്? ഇതെല്ലാം ഉണ്ടെങ്കിലും എല്ലായിടത്തും നമ്മുടെ ഈ മുകളിൽ ഇരിക്കുന്നവർ തന്നെ എല്ലാം പ്രോപ്പറായി പോകുന്നവരല്ലല്ലോ എല്ലാ കാര്യങ്ങളും. കളഞ്ഞത് പക്ഷെ ഒരു ഓഡിറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഏജൻസി ഗവൺമെന്റിന്റെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു വിശ്വാസമുണ്ട് ഇവരെങ്ങനെയാ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. സാധാരണ മജോറിറ്റി ഓഫ് ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യുന്നത് സ്വർണ്ണ പണയത്തിനാണ്. അത് 18ഉം 22ഉം 24ഉം ഒക്കെ അവർ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ അത് കൂടാതെ വളരെ ലിമിറ്റഡ് ആയ കമ്പനികൾ, സാറ് മുമ്പേ പറഞ്ഞ പോലെ ഹൈപ്പോത്തിക്കേഷൻ, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഹയർ പർച്ചേസ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന പോപ്പുലറിന്റെ ഒക്കെ കേസിൽ അവരുടെ മരുമക്കൾ അതെടുത്ത് ഇതൊക്കെ ചെയ്തു, എക്സ്പോർട്ട് ഒക്കെ ചെയ്തു. എക്സ്പോർട്ട് ചെയ്യുക മാത്രമല്ല സാറേ, അവര് ഒരുപാട് എണ്ണം മറ്റേ വസ്തുവിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. വസ്തുവിന്റെ പിന്നെ വില വല്ലാണ്ട് അങ്ങ് കൂടി, പിന്നെ അവർക്ക് വേറൊന്നും അതിനകത്ത് പിന്നെ കൂടിയ വിലയ്ക്ക് വിറ്റു, പിന്നെ വസ്തുവിന്റെ വില താഴേക്കായി പോയി. അപ്പൊ അവർക്ക് അതിൽ നിന്നും റിട്ടേൺ കിട്ടാണ്ട് പോയി. ആ രീതിയിലൊക്കെ പലതും പറ്റിയിട്ടുണ്ട്. 3 മാസം ഇവർക്ക് ഈ കണക്ക് കൊടുക്കണമെന്ന് പറയും, ഒരു ഓഡിറ്റിന് ഇത് കൊടുക്കണം, ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് സർട്ടിഫൈ ചെയ്തിട്ട് കണക്ക് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഇവർ ഇത് അവരനുവദനീയമല്ലാത്ത കാര്യങ്ങൾക്ക് ഈ ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഓഡിറ്റ് ചെയ്ത് കിട്ടിയത്? അതല്ലേ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഫ്രോഡുകളും നടക്കുന്നതിനകത്തല്ല ഏതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ സാറേ. പാലക്കൽ കോട്ടൺ എന്ന് പറയുന്ന നമ്മുടെ ലിസ്റ്റ് തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റാ. അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. പക്ഷെ അയാൾ അങ്ങനെ ആരെയും ഫ്രോഡ് ചെയ്യാൻ നടത്താൻ താല്പര്യം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനല്ല. അയാളുടെ പേരിൽ ഇതായിട്ടുള്ള ഗവൺമെന്റ് കയറി അറ്റാക്ക് ചെയ്തതാണ്. അയാൾ ആരെയും ഭരിച്ചതല്ല, അയാളെ പറ്റിക്കുന്ന ആളുമല്ല. കാരണം എനിക്ക് കൂടുതൽ അയാളെ അറിയാം, എന്റെ അയൽവാസിയും കൂടിയാണ്. അയാൾ വളരെ നല്ലൊരു മനുഷ്യനാണ്. ഇത് അയാൾ വൈക്കംകാരനാണെങ്കിലും അയാൾ കല്യാണം കഴിച്ചിരിക്കുന്നത് അവിടെ ഒരു ലേഡി മാത്രമുള്ള ഒരു വീട്ടിൽ നിന്നാണ്. അവിടെയാണ് പുള്ളി താമസം, പന്തറയാ. ഓക്കെ, ഇയാൾ ഒരുപാട് സാധുക്കളായ ഈ പെൺപിള്ളേരെ എല്ലാം കൊണ്ട് ജോലി കൊടുത്തൊരു മനുഷ്യനായിരുന്നു. ഈ ലിസ്റ്റിൽ എന്തുമാത്രം പെൺപിള്ളേരുണ്ടായിരുന്നു അറിയാം അവിടെ ജോലി ചെയ്തു. അവര് ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചിട്ട് അതിന്റെ പ്രൈസ് മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതായിരുന്നു അവരുടെ മെയിൻ ബിസിനസ്, സ്ട്രാറ്റജി. അവരുടെ സ്ട്രാറ്റജി നല്ല സ്ട്രാറ്റജി ആയിരുന്നു. അവരത് വളരെ നന്നായി കൊണ്ടുപോയതാ. പിന്നീട് അവര് ബിസിനസ് കുറെ അങ്ങ് ഡൈവേഴ്സ് ചെയ്തു. ആ ഡൈവേഴ്സ് ചെയ്തതൊന്നും നമ്മുടെ ഫിനാൻഷ്യൽ കമ്പനികൾക്കൊന്നും പിടിച്ചില്ല. അവര് സ്വീകരിക്കാവുന്ന കാറ്റഗറി ഉണ്ട്, ഡെപ്പോസിറ്റ് സ്വീകരിക്കാവുന്ന കാറ്റഗറി വളരെ കുറവാണ്. അതിന്റെ ഒരു സ്ഥാപനമാണ് നമ്മുടെ KSFE-ക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനുള്ള അധികാരം. ആ അധികാരം റെസ്ട്രിക്റ്റഡ് ആണ്. വളരെ ഓപ്പൺ ആയിട്ട് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള അധികാരമൊന്നും അവർക്കില്ല. റെസ്ട്രിക്റ്റഡ് ആയി അവർക്ക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ അധികാരം. പിന്നെ നമ്മുടെ നിധി കമ്പനീസിനെല്ലാം ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉള്ള കമ്പനികൾ. അങ്ങനെ വളരെ കുറവ് ആൾക്കാർക്ക് മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ബാക്കിയുള്ളവരെല്ലാം മറ്റു രീതിയിൽ ഫണ്ട് റേസ് ചെയ്യണം. അതിന് മെയിനായിട്ട് കൂടുതൽ ആൾക്കാരും റേസ് ചെയ്യുന്നത് ഈ ഇത് മാതിരിയാണ്. നമ്മുടെ നമ്മൾ മുമ്പ് പറഞ്ഞ നമ്മുടെ സാധനം ഉണ്ടല്ലോ, ഡിബെഞ്ചർ വഴിയാണ് കൂടുതൽ ഫണ്ട് അവർ കളക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഹജ്ജ് ഫണ്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വഴി കളക്ട് ചെയ്യുന്നു. അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നോൺ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത NBFCs അതാണ് കൂടുതലുള്ളത്. നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും കൊശമറ്റം, മുത്തൂറ്റ് ഈ വക സ്ഥാപനങ്ങളെല്ലാം ആ കാറ്റഗറിയിൽപ്പെട്ട കമ്പനികളാണ്. ഇനി ഡെപ്പോസിറ്റ് ചെയ്യുന്നവർ തന്നെയാണേലും അവരുടെ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാവുന്നതിന് കുറെ കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻ അവർക്ക് 12 months ആണ് അവർക്ക് പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് KSFEക്ക് മാത്രം ചെറിയ 2 റെസ്ട്രിക്ഷൻ വേറെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കെല്ലാം 12 months ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാം. അല്ല 12 months. അതുപോലെ തന്നെ അവർക്ക് മാക്സിമം പീരീഡ് കളക്ട് ചെയ്യാവുന്നത് 60 months, 5 മാസം വരെ, 5 കൊല്ലം വരെ കളക്ട് ചെയ്യാം. അതിൽ കൂടുതൽ കളക്ട് ചെയ്യാം. ബാങ്കുകൾക്കാണ് എത്ര കൊല്ലം വരെ കളക്ട് ചെയ്യാം? ബാങ്കുകൾക്ക് ഡെപ്പോസിറ്റ് എത്ര കൊല്ലം വേണേലും കളക്ട് ചെയ്യാൻ പറ്റും? 10 വർഷം എനിക്ക് തോന്നുന്നു സാറേ. 10 കൊല്ലമാണ് ബാങ്കുകൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുക. ചില സ്പെഷ്യൽ ഡെപ്പോസിറ്റ് ഉണ്ട്, മറ്റേ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഫണ്ട്, അങ്ങനെയുള്ളതിനൊക്കെ മാത്രം കുറെ കൂടുതൽ കൊല്ലമുണ്ട്. ബാക്കി ഒഴിച്ചതിനെല്ലാം 10 കൊല്ലം മാത്രമേ ഫണ്ട് കളക്ട് ചെയ്യൂ. ഇവർക്ക് NBFCക്ക് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാവുന്നതിന് 60 മാസമാണ് മാക്സിമം. അവർക്ക് നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് പോലെയുള്ള ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാനുള്ള അധികാരമേ ഇല്ല. ഡിമാൻഡ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റും സേവിങ്സ് ഡെപ്പോസിറ്റും കളക്ട് ചെയ്യാനുള്ള ഒരു അധികാരവും അവർക്കില്ല. അവർക്ക് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാവുന്ന ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. അതിന്റെ മാക്സിമം പീരീഡ് 60 മാസം. ഇവർക്ക് കൊടുക്കാൻ പെർമിറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് 12.5% മാക്സിമം. അതിൽ കൂടുതൽ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് കൊടുക്കാനായിട്ടുള്ള ഒരു അവകാശവും അവർക്കില്ല. അതാണ് ഇപ്പോഴത്തെ RBIയുടെ കണ്ടീഷൻ പ്രകാരം 12% വരെ മാക്സിമം ഡെപ്പോസിറ്റ്. ഈ ചെമ്മണ്ണൂർ ജ്വല്ലറിക്കാരെ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. 12% മാക്സിമം പെർമിറ്റ് ചെയ്യണം. പിന്നെ അല്ലാതെ കൊടുക്കുന്ന ഇങ്ങനെയുള്ള കണ്ടീഷൻ ഒന്നും ആയിരിക്കില്ല. അതെ, അത് ശരിയാണോ എന്നുള്ളതാണ്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഏത് സ്ഥാപനം ഈ ബ്ലേഡ് കമ്പനീസ് ഒക്കെ എത്രയോ ശതമാനം കൊടുക്കുന്നുണ്ട് സാറേ? ബ്ലേഡ് കമ്പനീസ് ശരി 18% ഡെപ്പോസിറ്റ് തരാം, 24% തരാന്നൊക്കെ പറഞ്ഞല്ലേ അവർ ഫണ്ട് കളക്ട് ചെയ്യുന്നത്. ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത് ചില ബിസിനസ്സുകാർക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ അനുവാദം കൊടുക്കണം. അവങ്ങനെ സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇങ്ങനെയുള്ള NBFC കാറ്റഗറിയിൽപ്പെട്ടവരല്ല. അവർക്ക് റിസർവ് പെർമിഷൻ ഉള്ളവരല്ല. അവര് അൺഓതറൈസ്ഡ് ആയിട്ട് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യുകയും അവര് ഇത് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇവർക്കെല്ലാം മാക്സിമം ഇവർക്ക് കൊടുക്കാവുന്ന മാക്സിമം 12% മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാണ് ഇതിന്റെ FDയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഇവരുടെ ഡിബെഞ്ചറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ നോക്കാനുള്ളത് ഇവരുടെ ഇതുപോലുള്ള റേറ്റിങ്ങുകൾ, പല റേറ്റിങ്ങുകൾ വരും. ആ റേറ്റിംഗ് ഏതാന്ന് നോക്കുക. നല്ല റേറ്റിംഗ് AA+ അതൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല റേറ്റിംഗ് ആണ്. അങ്ങനെയുള്ള നല്ല റേറ്റിംഗ് ആണെങ്കിൽ അതിന് വലിയ കുഴപ്പമില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അതിന്റെ റേറ്റിംഗ് താഴെയാണെങ്കിൽ അവരുടെ റിസ്ക് കൂടുതലാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം നമ്മൾ അവരെ കഴിയാവുന്ന പ്രിഫർ ചെയ്യാതിരിക്കുക. പക്ഷെ അവരുടെ ഈ നല്ല ഗ്രേഡിംഗ് ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് 100% ഒന്നും യാതൊരു ഉറപ്പുമില്ല. നമുക്ക് കമ്പയറബിളി സേഫ് ആയിട്ട് നമുക്ക് നോക്കാവുന്ന ഇതാണ് ഇതിന്റെ ഒരു മാർഗം എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റുകയുള്ളൂ. പിന്നെ ഇവരെല്ലാം മെയിനായിട്ട് ലോൺ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അൺസെക്യൂർഡ് ലോണാണ്. ഈ അൺസെക്യൂർഡ് ലോണ് പക്ഷേ ഇവർ പലരും കൂടുതൽ ഗോൾഡ് ലോൺ ആയിട്ട് കൊടുത്ത് സെക്യൂർഡ് ലോൺ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവർക്ക് ഈ NBFCക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം വരെ ഉണ്ടാക്കിയിരിക്കുന്നത് ആൾക്കാർക്ക് എസെൻഷ്യൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ്, ബിൽ ഡിസ്കൗണ്ടിങ് അങ്ങനെ പോലെയുള്ള അൺസെക്യൂർഡ് ലോൺ കൊടുക്കാനാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അൺസെക്യൂർഡ് ലോൺ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ആക്കാൾ കൂടുതൽ ഗോൾഡ് പോലുള്ള സെക്യൂരിറ്റി വാങ്ങിച്ചു കൊടുക്കാനാണ് ഇങ്ങനെയുള്ള NBFCസിന് കൂടുതൽ താല്പര്യം. അവരുടെ ലെൻഡിങ് റേറ്റ് കമ്പയർ വളരെ കൂടുതലാണ്. അത് കൂടുതലായതുകൊണ്ട് തന്നെയാണ്
NBFCയെ പലപ്പോഴും നമ്മൾ ബ്ലേഡ് കമ്പനികൾ പോലെ ആയിട്ട് നമ്മൾ പറയണേ. IIFLC 24% മുതലാണ് അവർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. HDB ഫിനാൻഷ്യൽ സർവീസ് 36% മുകളിൽ വരെ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ആദിത്യ ബിർള അവരാണ് താരതമ്യേന കുറഞ്ഞ് എടുക്കുന്നവർ, 14% മുതൽ 26% വരെ കൊടുക്കുന്നവരാണ്. നേരെ മറിച്ച് ഈ ഗോൾഡ് ലോൺ അത്രയൊന്നും റേറ്റ് അവർ കളക്ട് ചെയ്യുന്നില്ല. 12.5 മുതൽ കൊടുക്കുന്ന ഗോൾഡ് ലോൺ കമ്പനികൾ വരെയുണ്ട്. ഇപ്പം നമ്മുടെ മുത്തൂറ്റിന്റെ ചില ഗ്രൂപ്പുകളെല്ലാം 12.5% വെച്ചുള്ള ഇതിന് ഗോൾഡ് ലോൺ കൊടുക്കും. പക്ഷെ ഇങ്ങനെയുള്ള അൺസെക്യൂർഡ് ലോണുകൾക്കെല്ലാം ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഹൈ ആണ്. ഇത്രയും വലിയ ഇൻട്രസ്റ്റ് ഹൈ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുന്നവർ മാത്രമേ ഇത് എടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവനെ എടുക്കുന്നവരെല്ലാം അവൻ മുടിഞ്ഞു പോകും. അതാണ് ബ്ലേഡ് കമ്പനിയിൽ നിന്ന് ആരെന്തെങ്കിലും എടുത്ത് എന്ത് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ അവനെല്ലാം അവസാനം നശിച്ചു പോകുന്നതായിട്ട് ഉറപ്പാണ്. അവൻ ഒരിക്കലും രക്ഷപ്പെട്ടിട്ടില്ല, അവൻ നശിക്കുക തന്നെ ചെയ്യും. ഇവരിൽ പോകുന്നതും അത്ര നല്ല ആദായം ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ ഫെയിലിയർ തന്നെയാണ്. ഇനി NBFC ഇനി ഇവിടെ പ്രവർത്തിക്കുന്നുള്ള അഡ്വാൻറ്റേജ് വല്ലതും ഉണ്ടോ? നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൻ്റെ ഈ NBFCയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയോറിറ്റൈസ് ചെയ്യുന്ന മേഖലകളുണ്ട്. ആ മേഖലകളിലാണ് അവരുടെ പ്രയോറിറ്റി. അഗ്രികൾച്ചർ ആണ്, അഗ്രികൾച്ചറിന് കൊടുക്കണം, ഇൻഡസ്ട്രിയൽ കൊടുക്കണം. ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾക്കെല്ലാം ഗവൺമെന്റ് ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. അതാണ് അവരുടെ പ്രയോറിറ്റി. നേരെ മറിച്ച് NBFC അവർ പ്രയോറിറ്റി കൊടുക്കുന്ന കസ്റ്റമറാണ്. നല്ല കസ്റ്റമർ ആണെങ്കിൽ അവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചിലപ്പോൾ കുറച്ചു കൊടുക്കും. കസ്റ്റമർ അത്ര നല്ലതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ റേറ്റ് കൂട്ടും. അതിനെല്ലാം അവർക്ക് സ്പെഷ്യൽ അധികാരമുണ്ട്. അത് വെച്ച് അവർ ചെയ്യുള്ളൂ. പക്ഷെ ഇവരെല്ലാം സിബിൽ നോക്കും. സിബിൽ പോലുള്ള റേറ്റിംഗ് നോക്കിയ ശേഷം മാത്രമേ കസ്റ്റമേഴ്സിന് ഇപ്പോൾ അവർ കൊടുക്കുകയുള്ളൂ. അപ്പോൾ എന്നാൽ കസ്റ്റമേഴ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഇവർ കൊടുക്കുന്നത്. അതാണ് ഒരു കാര്യം. അതുകൊണ്ട് വലിയ നോംസ് ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് പോയി കാര്യങ്ങൾ നടത്താൻ വളരെ എളുപ്പമാണ്. നമുക്ക് ആ സ്ഥാപനത്തെ അന്വേഷിച്ച് അങ്ങ് പോകേണ്ട കാര്യമില്ല. നമ്മളൊരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ടും അവരുടെ സ്റ്റാഫ് വന്നോളും. അവർ എല്ലാ ഡോക്യുമെന്റുകളും നമ്മുടെ അടുത്ത് വന്ന് എടുത്തോളും. അവർ നമുക്ക് തന്നെ പ്രയോറിറ്റി തരും. പിന്നെ അതുകൊണ്ട് നമുക്ക് ഇത് കിട്ടാനുള്ള ക്രൈറ്റീരിയ വളരെ ഫ്ലെക്സിബിൾ ആണ്. കാര്യങ്ങൾ എളുപ്പമുണ്ട്. കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും. പക്ഷെ പിന്നീടുള്ള കാര്യം, പിന്നീടുള്ള അതിന്റെ ഭരണ ഫലം എന്താണെന്ന് വെച്ചാൽ അവരല്ല തീരുമാനിക്കണം, അത് എടുക്കുന്നയാൾ തീരുമാനിക്കും. ഓക്കെ. പിന്നെ അതാ പറഞ്ഞ ഇതിന്റെ ലോൺ പ്രോസസ്സ് വളരെ ഇതാണ്, വളരെ എളുപ്പമാണ്. അവരിവിടെ വന്ന് എൻ്റെ ഡോക്യുമെന്റ് എല്ലാം ഒപ്പിടിച്ച് കാര്യങ്ങൾ തന്നു. സംഗതി വളരെ എളുപ്പമാണ്, കിട്ടാനും എളുപ്പമാണ്, ഫണ്ടുകൾ കറക്റ്റ് കിട്ടും, എല്ലാം ഇതാണ്. പിന്നെ അവരെല്ലാം വളരെ ഡിജിറ്റലൈസ്ഡാണ്, എല്ലാം വളരെ ഡിജിറ്റലൈസും അതിലെല്ലാം അവർ വളരെ മുമ്പിലാണ്. ബാങ്കുകൾക്ക് വരാനായിട്ട് കുറെ താമസം വരും. അതിനേക്കാൾ മുമ്പിലേ അവർ ഡിജിറ്റലൈസ്ഡ് ആയിരിക്കും ഈ NBFCs. അപ്പം ഇത്രയും ഇതിൻ്റെ എല്ലാം മെച്ചം പറയാനുള്ള, അഡ്വാൻറ്റേജ് പറയാനുള്ള ഇതാണ്. നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ റിസ്ക് ഇല്ലാണ്ട് ഫണ്ട് കിട്ടും. അത് വളരെ എളുപ്പമാണ്. പിന്നെ അഫോർഡബിൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊന്നും പറയാൻ പറ്റുകയില്ല. നമുക്കതിനെ വേണമെങ്കിൽ പറയാം. നമുക്ക് വളരെ അർജന്റാണ്, നമുക്ക് ഫണ്ട് ആവശ്യം വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവർ പറയണം, നമ്മൾ പോയി സ്വീകരിക്കല്ലാണ്ട് നമുക്ക് മാർഗ്ഗമില്ല, വേറെ കിട്ടാനൊരു മാർഗ്ഗമില്ല. പിന്നെ അത് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് അഫോർഡബിൾ എന്ന് നമുക്ക് പറയാം. വലിയ പ്രോസസ്സിംഗ് കേസൊന്നും അവർ എടുക്കാറില്ല. അതൊക്കെയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് കൂടെ നോക്കാം. ഡിസഡ്വാൻറ്റേജ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത് NBFCയുടെ ഒന്ന് ഇതാണ്, അവർക്ക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാവുന്നവർ വളരെ കുറവാണ്. ഡിബഞ്ചർ പോലുള്ള ഫണ്ട് വഴിയാണ് അവർ ഫണ്ട് റേസ് ചെയ്യുന്നത്. പിന്നെ ഈ ഇവരുടെ ഡെപ്പോസിറ്റിനൊന്നും നമ്മുടെ DICGCയുടെ ഗ്യാരണ്ടി കവർ ഇല്ല. മറ്റേ ബാങ്കിന്റെ ഡെപ്പോസിറ്റിന് ഗ്യാരണ്ടി കവർ ഉണ്ട്, ഇവർക്കറിയില്ല. പിന്നെ ലെൻഡിങ് റേറ്റ് ഈസ് വെരി ഹൈ. നമ്മൾ മുമ്പ് കണ്ടു 36, 24 ഒക്കെ ശതമാനമാണ്. ആ ശതമാനം കൊടുത്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പാപ്പരാവും. അതുകൊണ്ട് ഡിസഡ്വാൻറ്റേജസ് ആണ് കൂടുതൽ. അതുകൊണ്ട് അത് നോക്കിയിട്ടും പിന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും രീതി അല്ലാണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ചെയ്യാൻ. ഇതിൽ ചെന്ന് വീഴാതിരിക്കാൻ ശ്രമിക്കുക. ഇനി ഒരു നിർവാഹവും ഇല്ലെങ്കിൽ മറ്റുള്ളവർ പുറകെ നടക്കുന്ന കാലത്ത് ഇവരെ അപ്രോച്ച് ചെയ്ത് നമുക്ക് നമ്മുടെ ആവശ്യം. ഇനി നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ കേരളത്തിലുള്ള NBFCസിന്റെ ചിലതിന്റെ പേരൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ചിലത് മാത്രം. ഒന്ന് ബജാജ് ഫിനാൻസ് ലിമിറ്റഡ്, ഒന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്,
മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ്, HDB ഫിനാൻസ് സർവീസസ്, ചോളമണ്ഡലം ഫിനാൻസ് സർവീസസ്, ടാറ്റ ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്, L&T ഫിനാൻസ് ലിമിറ്റഡ്, ആദിത്യ ബിർലാൻസ് ഫിനാൻസ് ലിമിറ്റഡ്, ഇവയെല്ലാമാണ് നമ്മുടെ നാട്ടിലുള്ള NBFC. ഞാൻ ചിലതിന്റെ പേരുകൾ മാത്രമേ പറഞ്ഞു. അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള പല ബാങ്കിങ് അല്ലാത്ത ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുണ്ട്. അവ നമ്മുടെ ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ അവരെ സഹായിക്കുന്നവരാണ്. പക്ഷെ അവരുടെ സഹായത്തിന് അതിൻ്റെതായ കണ്ടീഷനുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടണം എന്ന് അവർക്ക് താല്പര്യമുണ്ട്. ആ താല്പര്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നുള്ള നമ്മുടെ നീഡ്സ് അതിന് പറ്റുന്നതാണെങ്കിൽ നമുക്കതിന് പോകും, അല്ലെങ്കിൽ പോകാതിരിക്കുക. നമ്മൾ ആലോചിച്ച ശേഷം പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അതിന് പോകുക, അല്ലെങ്കിൽ നമ്മൾ അതിന് പോകാതിരിക്കുക. നമ്മൾ ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കും. ഓക്കെ, അത്രേ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ ഒന്ന് നോക്കാം. നമ്മൾ അതിൻ്റെ NBFC എന്താണെന്ന് ഇൻട്രഡക്ഷൻ നമ്മൾ നോക്കി, ഇതിൻ്റെ ലീഗൽ എൻറ്റിറ്റി എങ്ങനെയുള്ളതായിരിക്കണം നമ്മൾ നോക്കി, ഇത് ബാങ്കുമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ നോക്കി. ഇപ്പോൾ മെയിനായിട്ട് DICGCയുടെ ഇതില്ല. പിന്നെ ബാങ്കിങ്ങിൻ്റെ മറ്റുള്ള ബാങ്കിങ് ആക്ടിവിറ്റികളെ പറ്റി നമ്മൾ നോക്കി. പിന്നെ ഇതിൻ്റെ കൺട്രോളിംഗ് ബൈ നോൺ ബാങ്കിങ് സൂപ്പർവിഷൻ DNSBC ആണ് കൺട്രോൾ ചെയ്യുന്നത്, RBI അല്ല. പിന്നെ പല ടൈപ്പുകളുണ്ട്, നമ്മൾ ഡെപ്പോസിറ്റ് അക്സെപ്റ്റിംഗ് ആൻഡ് നോൺ അക്സെപ്റ്റിംഗ്. ലാർജസ്റ്റ് ഏതാ നമ്മൾ നോക്കി, ടാറ്റയുടെ ഇതാണ്. പിന്നെ ഇവരുടെ ഐഡന്റിഫിക്കേഷൻ 50% അസറ്റ് ഓർ 50% ഗ്രോസ് പ്രോഫിറ്റ്, അതാണ് നമ്മൾ കണ്ടീഷൻ നോക്കിയത്. പിന്നെ ഡെപ്പോസിറ്റ് അക്സെപ്റ്റിംഗ് 60 മാസം വരെയുള്ള ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഗ്രാൻഡിങ് ലോൺ ചെയ്യാൻ പറ്റും. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നമ്മൾ നോക്കി. ലിസ്റ്റ് ഓഫ് NBFCs നോക്കി, ഡിസഡ്വാൻറ്റേജസ് നമ്മൾ നോക്കി. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. അവ നമ്മുടെ ടൈമിനുള്ളിൽ തന്നെ തീർന്നിരിക്കും. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ നമുക്ക് ശ്രമിക്കാം. ഞാനിപ്പോൾ ഇത് അവസാനിപ്പിക്കാം. നമ്മുടെ PPT ക്ലോസ് ചെയ്യാമല്ലോ അല്ലേ? ചെയ്യും സർ. ഓക്കെ. യെസ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളെ കുറിച്ച് വളരെ ഗഹനമായി വലിയ ചർച്ചയോടുകൂടിയൊരു മീറ്റിംഗ് നടത്തി. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഡീഷൻസ് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. താങ്ക് യു തോമസ് സാർ. ഏറ്റവും കൂടുതൽ നമ്മുടെ ചുറ്റും കാണുന്ന ഒരു മേഖലയാണത്. സാറേ, ഈ നിതീഷിന്റെ കാര്യം പറഞ്ഞത് സാറ് പറഞ്ഞല്ലോ, NBFCs ഇൻ കേരള, അതിനകത്ത് ഈ നിതീഷ് വന്നിട്ടില്ല. ഈ നിതീഷ് എന്തുവാ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ഏതാ സാറേ നിതീഷ്? നിധി നിതീഷ് എന്ന് പറഞ്ഞത് ജോഷി ശാസ്ത്രി സാറ് പറഞ്ഞല്ലോ ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റുന്ന നിധി കമ്പനികൾ എന്ന് പറഞ്ഞ വേറൊരു കാറ്റഗറി ഉണ്ട് സാറേ. ഞാൻ അതിനുവേണ്ടി നിധിക്ക് വേണ്ടി മാത്രം ഞാൻ ഒരു ക്ലാസ് എടുക്കും. അതപ്പോ KFCക്കും പറ്റൂല്ലോ, ഫിനാൻഷ്യൽ എന്റർപ്രൈസിനും പറ്റൂല്ലോ ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ. ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റും, പക്ഷേ അതുപോലെയുള്ളതാണ്, അതുപോലുള്ള സ്ഥാപനമാണ് ഇത്. അല്ല, നമ്മുടെ ഈ NBFC തന്നെയാണ്. പക്ഷെ NBFCയിൽ അവർക്ക് ഈസി ആയിട്ട് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അതനുസരിച്ച് പോപ്പുലർ തന്നെ, പോപ്പുലർ നിധി അല്ലെങ്കിൽ അതിന്റെ അകത്ത് എന്താ മേരി അങ്ങനത്തെ പേര് ചേർത്തൊരു നിധി എന്നൊക്കെ ആക്കിയായിരുന്നു ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ വേണ്ടി. ഒരു പോപ്പുലർ ഫൈനാൻസ് എന്നുള്ള ബോർഡ് വെച്ചാ ഫംഗ്ഷൻ ചെയ്യുന്നെങ്കിലും അവരത് അക്കൗണ്ട് ചെയ്തോണ്ടിരുന്നത് ആ നിധിയിലായിരുന്നു. എന്നാലേ ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. പബ്ലിക്കിന് പൈസ മേടിക്കാൻ വേണ്ടി, പബ്ലിക്കിൽ നിന്ന് പൈസ മേടിക്കാൻ വേണ്ടി ഇപ്പൊ പുതിയ ഒരു സ്ട്രക്ചറാണ് നിധി എന്ന് തോന്നുന്നു അല്ലെ? നിധി അത് റിസർവ് ബാങ്ക് പെർമിറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് നിധി. നിധിയെ പറ്റി ഞാൻ വേറെ ഇത് ചെയ്യാം സാർ. ഞാൻ ടെനി സാർ എന്തോ പറയുന്നത്? അല്ല സാറേ, ഇതുപോലെ തന്നെ നമ്മള് മുത്തൂറ്റില്ലേ, മുത്തൂറ്റ് ഫിനാൻസ്, മുത്തൂറ്റിന്റെ വേറൊരു കാര്യം. അവര് 4 പേരുണ്ട്, 4 സഹോദരന്മാർ, 4 അതിനകത്ത് ഒന്നാണ് മിനി മുത്തൂറ്റ്. മിനി മുത്തൂറ്റ് അവർക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ വേണ്ടി മിനി മുത്തൂറ്റ് നിധി ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു സാധനം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ ഉണ്ടാക്കി, അത് മിനി മുത്തൂറ്റ് നിധി ലിമിറ്റഡ്. അല്ല, അതും അപ്പൊ ഈ DNBSന്റെ കൺട്രോളിലാണോ? അതെയോ NBFC ആണ്, പക്ഷെ അവർക്ക് കൂടുതൽ അധികാരങ്ങളുണ്ട്. നിധി ഫൈനാൻസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും നിധി എന്ന വാക്ക് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പെർമിഷനോടുകൂടി പറ്റുള്ളൂ.
അല്ലാതെ ഇപ്പം പോപ്പുലർ ഫൈനാൻസ് എന്ന് പറഞ്ഞ റെസീറ്റ് തരുന്നുണ്ടെങ്കിൽ ആ റെസീറ്റിന് കടലാസിന്റെ വില പോലും ഇല്ല. ആ പോപ്പുലർ നിധി എന്ന് പറഞ്ഞ റെസീറ്റ് തരുന്നുണ്ടെങ്കിൽ അതിനൊരു ഈ ബ്ലേഡ് ബാങ്കുകളൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകുന്നതിനെ തടയാൻ വേണ്ടി റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പുതിയ മോഡിഫിക്കേഷൻ ആണ്. ഓക്കെ, വേറെ ഡോക്ടർ എനിക്ക് കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്യും ടെനി. നമസ്കാരം. ക്ലാസ് എന്നത്തെ പോലെ വളരെ നല്ലതായിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഞാൻ ഈ പോപ്പുലർ ഫൈനാൻസിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം അതിന്റെ കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഈ പോപ്പുലർ ഫൈനാൻസിൽ ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെനിക്ക് ഡെപ്പോസിറ്റിന്റെ റെസിപ്റ്റ് തന്നപ്പോ അതിനകത്ത് പോപ്പുലർ ടിമ്പേഴ്സ് പറഞ്ഞോണ്ട് തന്നെ. പോപ്പുലർ അപ്പൊ ഈ പോപ്പുലർ ടിമ്പേഴ്സ് തന്നപ്പോ എനിക്കെന്താ മനസ്സിലായത്, ഇതൊരു തരികിടയുടെ ലക്ഷണമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ പൈസ വിഡ്രോ ചെയ്തു. അപ്പൊ അതിനുശേഷം അതൊരു 1.5 വർഷം കഴിഞ്ഞപ്പോ സംഗതി പൊട്ടിപ്പോവുകയും ചെയ്തു. അതാ പറഞ്ഞ അത് അവര് മേടിച്ചപ്പം അവർക്ക് അത് സ്വീകരിക്കാൻ അധികാരം ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തത്. എന്ത് പേരിലാണ് പോപ്പുലർ നമ്മളുടെ അടുത്ത് അവരുടെ മാനേജർ ഇങ്ങോട്ട് വന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. നമ്മളെ അടുത്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു തുക ചുമ്മാ ഇതിന് റിസ്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാ. പക്ഷെ ഇതിനകത്ത് ആ ഡെപ്പോസിറ്റിനകത്ത് തന്നപ്പോ അതിനകത്ത് തന്നെ എനിക്ക് അതിനകത്ത് ഒരു പശക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല. മുമ്പേ നമ്മളിവിടെ പറഞ്ഞില്ലേ ട്രേഡിംഗ് കമ്പനികൾക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാവുന്ന. അതുകൊണ്ട് ഇവരൊക്കെ ചെയ്യുന്നത് ഒരു ട്രേഡിംഗ് കമ്പനിയുടെ പേരിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കും, ബാങ്കിങ് കമ്പനിയുടെ പേരിൽ ആ ബാങ്കിങ് കമ്പനിക്ക് അവർ കടം കൊടുത്തതായിട്ട് രേഖയുണ്ടാക്കി ആ ഫണ്ട് ഉപയോഗിച്ച് ഫൈനാൻസ് ചെയ്യും. അതൊന്നും കുഴപ്പമില്ല. ട്രേഡേഴ്സ്, പോപ്പുലർ ട്രേഡേഴ്സ് വന്ന് വാഗയാറിൽ അവർക്കൊരു ബോർഡുണ്ട്, ബോർഡ് മാത്രമേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടുണ്ട്. ആ ബോർഡ് വെറുതെ വെച്ചിരിക്കും അവരുടെ ഹെഡ് ഓഫീസിന്റെ തൊട്ടപ്പുറത്തെ കെട്ടിടത്തിൽ പോപ്പുലർ ട്രേഡേഴ്സ്. പോപ്പുലർ ട്രേഡേഴ്സിന് കച്ചവടം നടത്താനെന്നും പറഞ്ഞാണ് ഇപ്പൊ നമ്മളിപ്പോ ആരോ കച്ചവടം നടത്താൻ വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ അവർ വാങ്ങിച്ചിട്ട് അത് പോപ്പുലർ ഫൈനാൻസിന് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിച്ചു. പക്ഷെ അവിടെ ഒന്നും അല്ല, പൊട്ടലുണ്ടായത് അവിടെ കൊണ്ടൊന്നും അല്ല. മുമ്പ് ഇവിടെ പറഞ്ഞ പോലെ അത് അവർ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. ഫണ്ട് ഡൈവേർട്ട് ചെയ്ത് കാണും സാർ. ഇവർക്ക് ഡെപ്പോസിറ്റ് വാങ്ങിക്കാനുള്ള അനുവാദം ഇല്ല. പോപ്പുലർ ഫൈനാൻസ് ശരിക്കും ഡെപ്പോസിറ്റ് വാങ്ങിക്കാനുള്ള പെർമിഷൻ ഇല്ല അവർക്ക്. പോപ്പുലർ ഫൈനാൻസിനില്ല. അതുകൊണ്ടാണല്ലോ അവർ ട്രേഡേഴ്സിനും ടിമ്പേഴ്സിനും ഒക്കെ ഈ ട്രേഡേഴ്സിനും ഇല്ല. ട്രേഡേഴ്സിന് അത്ര പോലും ഇല്ല. ട്രേഡേഴ്സിനുണ്ട് സാറേ. ട്രേഡിംഗ് കമ്പനികൾക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ ഒരു അനുവാദം ഉണ്ട്. നമ്മുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഏതോ ഒരു ട്രേഡിംഗ് കമ്പനി ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്ന കാര്യം ആരോ പറഞ്ഞല്ലോ. പബ്ലിക്കിന്റെ ട്രേഡിംഗ് ഇത് ഡെപ്പോസിറ്റ് വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ മുമ്പ് ഏതൊരു ഇവരുടെ പേര് പറഞ്ഞല്ലോ, ഒരു ഒരു സ്വർണ്ണക്കടയുടെ പേര് പറഞ്ഞല്ലോ. സ്വർണ്ണക്കടകളൊക്കെ സ്വീകരിക്കാറുണ്ട്. അത് പബ്ലിക് ഡെപ്പോസിറ്റ് രീതിയിലല്ല, ഷെയർ എന്നുള്ള രീതിയിലൊക്കെ അവർ വാങ്ങിക്കുന്നത്. അല്ലല്ല, ഡിപ്പോസിറ്റ് തന്നെയാ. ഡിബഞ്ചർ ഇവർക്ക് വേണം ഡിബഞ്ചർ ആകാം. ഇപ്പൊ എന്തുണ്ട്, ഇവർ KLM എക്സ്ട്രീമ ഡിബഞ്ചർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ റെഡീമബിൾ അത് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല, റെഡീം ചെയ്യും. എത്ര വർഷം കൊണ്ട്? 5 വർഷം കൊണ്ട്. ഇപ്പൊ നമ്മൾ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ ഓരോ കൊല്ലവും അതിന്റെ 10% വീതം തന്ന് 3 കൊല്ലം 4 കൊല്ലം കൊണ്ട് റെഡീം ചെയ്യും. അതിന്റെ കൂടെ അതിന്റെ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് തന്നോണ്ടിരിക്കും. അങ്ങനെ അവർക്ക് അതാണ് അനുവദനീയമായ ഡെപ്പോസിറ്റ്, അതാണ് അവരുടേത്. റെഡീമബിൾ ലാഭം ഉണ്ടായെങ്കിൽ തരും. അവർ ഇൻട്രസ്റ്റ് തരുന്നു. അതാണ് NCDയുടെ ഇൻട്രസ്റ്റ്. അതെ, അത് പോപ്പുലർ ഫൈനാൻസിന്റെ റേറ്റിംഗ് നമ്മൾ നോക്കുമ്പോ KLMന്റെ ഒക്കെ റേറ്റിംഗ് അത് BB ആണ്. അത് വളരെ മോശമാണ്. അപ്പൊ അത് നമുക്ക് ഒരുപാട് റിസ്ക് കൂടുതലാണ് KLMന്. മുത്തൂറ്റും മണാപ്പുറമാണ് ഇപ്പം കേരളത്തിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള ഫൈനാൻസ്. മുത്തൂറ്റ് തന്നെയാണ്, മുത്തൂറ്റ് ഫിനാൻസ് തന്നെയാണ് റേറ്റിംഗ് കൂടി നിൽക്കുന്നത്. അല്ല, ബാക്കി എല്ലാവരും താഴെയാ. അല്ല, അവരെല്ലാവരും ആ കാര്യത്തിലൊക്കെ വളരെ മുന്നിലാണ്. അവരുടെ സിസ്റ്റം ഒക്കെ നമ്മളിപ്പം സാറ് മുമ്പേ പറഞ്ഞ പോലെ മൊത്തം ഊറ്റെന്നൊക്കെ പറഞ്ഞാലും കമ്പാരിറ്റീവ്ലി ആണ്, അതിൽ തർക്കമില്ല. മുത്തൂറ്റ് ഫിനാൻസ് വളരെ വെൽ ഓർഗനൈസ്ഡും വലിയ ഗ്രൂപ്പും നന്നായിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പും കൂടെയാണ് അത്. മുത്തൂറ്റ് ഫിനാൻസ് മാനേജ്മെന്റ് ആണ് അവരുടെ. അതിന്റെ MD എന്തിനാ ആത്മഹത്യ ചെയ്ത്? അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ പ്രസ്ഥാനം സാറേ അങ്ങനെ പേഴ്സണലൈസ് ചെയ്യാതെ സാർ ആദ്യം പറഞ്ഞ വാക്കൊക്കെ ഞാൻ കട്ട് ചെയ്തു പ്ലീസ്. ആത്മഹത്യ അല്ല കേട്ടോ, സത്യത്തിൽ അതൊരു അപകടമാണ് സംഭവിച്ച പുള്ളിക്ക്. അത് പുള്ളി മോളിൽ നിന്നുകൊണ്ട് സ്വർണ്ണക്കടക്കാരെല്ലാം തന്നെ മിക്കവാറും ഒരു സ്വർണ്ണം എന്തെങ്കിലും വാങ്ങിക്കാൻ ചെന്നാൽ
അവര് പിടിച്ചൊരു മാസം തോറും ഓരോ എമൗണ്ട് വാങ്ങിക്കും. അവസാനം അന്നത്തെ വിലയ്ക്ക് സ്വർണം തരാമെന്ന് പറയും, ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല. അത് ചെയ്യുന്നുണ്ട് എല്ലാരും. സ്വർണ്ണക്കടക്കാരെ എല്ലാ മാസം തോറും നമ്മളൊരു സ്വർണം അതുണ്ട് സ്വർണത്തിന് ഡെപ്പോസിറ്റ് പലിശ ഒന്നും തരുതാന്ന് അങ്ങനെ അത് കൊടുക്കുന്നുണ്ട്. ബാങ്കുകൾക്കും ഉണ്ട് സാറേ. ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പക്ഷെ ഗോൾഡ് ആയിട്ട് തരുന്നില്ല, നമ്മുടെ പേരിൽ ഗോൾഡിന്റെ വാല്യൂന് ഇക്വലന്റ് ആയിട്ട് ഒരു ബോണ്ട് പോലെ വെച്ചിട്ട് അത് അത് ബോണ്ട് സാറേ ഡ്യൂ ആവുന്ന സമയത്ത് അത് ഗവൺമെന്റിന്റെ ബോണ്ടാ സാറേ. ഗവൺമെന്റിന് വേണ്ടി ബാങ്കുകൾ കളക്ട് ചെയ്യുന്നതേ ഉള്ളൂ. അത് ഗവൺമെന്റ് ആണ് ബോണ്ട് കളക്ട് ചെയ്യുന്നത്. മറ്റേ സ്വർണ്ണക്കടക്കാർ അതൊന്നുമില്ല, അവര് തന്നെ ചെയ്യുന്നതല്ലേ. അത് അവരുടെ സ്വർണത്തിന്റെ ബിസിനസ്സുമായിട്ട് ആ രീതിയിൽ എടുക്കുന്ന സാറേ, അല്ലാണ്ട് പബ്ലിക് ഡെപ്പോസിറ്റ് അല്ല അത്. അല്ലല്ല. അതിന്റെ ഒന്നും ഒരു കാര്യമാണ്, നമ്മൾ NCDകള് സെക്യൂർ ഉണ്ട് അൺസെക്യൂർ ഉണ്ട്, അതിന്റെ വ്യത്യാസം എങ്ങനെ പറഞ്ഞുതരാമോ? സെക്യൂർ എന്ന് പറയാൻ പറ്റില്ല സാറേ, ഡിബഞ്ചർ അല്ല. ആ പാർട്ടിയുടെ വിശ്വസ്ത മാത്രം അതിനകത്ത് സെക്യൂരിറ്റി എന്ന് പറയാം. അല്ല അവർ NCD തരുമ്പോ അത് അതിനകത്ത് പറയുന്ന ഒരു മെയിൻ 2 കാറ്റഗറി ഉണ്ട്. സെക്യൂർ NCDയും അൺസെക്യൂർ ഇൻസെക്യൂരിറ്റി എന്നാണ് പറഞ്ഞത്. അത് എനിക്ക് തോന്നുന്നത് കാരണം അവരൊരു പർട്ടിക്കുലർ എമൗണ്ട് അവിടെ റിസർവ് ആയിട്ട് വെക്കുന്നുണ്ടോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. NCD നോൺ സെക്യൂർഡും നോൺ അൺസെക്യൂർഡും ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും കാരണവശാൽ ആ സ്ഥാപനം പൊളിഞ്ഞു പോയാൽ സെക്യൂർഡുകാർക്ക് സെക്യൂരിറ്റി കൂടുതലാണ്, ആദ്യം അവർക്ക് കിട്ടും. അവർക്ക് കൊടുത്തതിന് ശേഷം മിച്ചം ഉണ്ടെങ്കിൽ അൺസെക്യൂർഡുകാർക്ക് കൊടുക്കുകയുള്ളൂ. അത് മാത്രമേ ഉള്ളൂ അതിന്റെ വ്യത്യാസം. പിന്നെ നമ്മൾ ഈ ചെയ്യുന്നത് ഇപ്പൊ സാർ പറഞ്ഞ പോലെ B+ അതുപോലുള്ള റേറ്റിംഗിൽ നമുക്ക് കിട്ടിയ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിന്റെ പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്ഥാപനത്തിന്റെ വിശ്വസ്തത, അവരെ വിശ്വസിക്കുക, അത് മാത്രമേ ഉള്ളൂ സാറേ. അവര് ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി കൊടുക്കും. അവരുടെ ബ്രാഞ്ചിൽ ചെല്ലുന്നവരെ കൊണ്ട്, ഇപ്പൊ കടയിൽ ചെല്ലുന്നവരെ കൊണ്ട് സ്വർണത്തിന്റെ ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ അവിടെ നിക്ഷേപം ചെയ്യാതെ ചെല്ലു. ഏതെങ്കിലും തരത്തിൽ അവർക്ക് കണക്ഷൻ ഉള്ളവരോടെല്ലാം പറയും ഇത് തീരാറായി, ഇപ്പം തീരും, നാളെ ചിലപ്പോൾ കിട്ടാൻ പാടാണെന്നൊക്കെ പറഞ്ഞ് അവര് ഡിമാൻഡ് ഉണ്ടാക്കി ഇത് കച്ചവടം ചെയ്യും. ബിസിനസ് എല്ലാം ബിസിനസ് അല്ലേ സാർ. ഇതൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ തിരിച്ച് കിട്ടാതെ വരുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ. നമുക്ക് റീസണബിൾ ഇൻട്രസ്റ്റോട് കൂടി കിട്ടുന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് പൈസ എടുക്കുന്നു എന്ന് പറയുന്നതിനും അതിന്റെ ഒരു റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിക്ഷേപിക്കുന്നു എന്ന് പറയുന്നതിനും, കാരണം ബാങ്കിലിട്ടാൽ കിട്ടുന്നത് 6%, 7%, ഇവര് 8%, 10%, 12% ഇതിൽ കൂടെ തരുന്നുണ്ട്. കുറച്ചൊക്കെ ആകാം, അധികം ഒന്നും പോകരുത്. പോപ്പുലറിൽ എന്റെ നാട്ടിലൊരു ഡോക്ടറുടെ 70 ലക്ഷം രൂപ പോയി. ഒരു ഡോക്ടർ ഡെപ്പോസിറ്റ് ചെയ്തതാണ്. അദ്ദേഹം വസ്തു വിറ്റ കാശാണ്. അതിൻ്റെ അത് കുറച്ച് ബ്ലാക്ക് മണി ഉറപ്പായിട്ട് കാണില്ല. ആര് വസ്തു വിറ്റാലും കുറച്ച് ബ്ലാക്ക് മണി കാണും. അതുകൊണ്ട് പുള്ളിക്ക് ക്ലെയിം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പുള്ളി എല്ലാ സ്ഥലത്തിലും ശ്രമിച്ചു നോക്കി. നിക്ഷേപം വാങ്ങിച്ചത് ഒരു റെപ്യൂട്ടഡ് ബാങ്കിന്റെ മാനേജറായി റിട്ടയർ ചെയ്ത ആള് അദ്ദേഹത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് കൊടുത്തത്. സത്യം പറഞ്ഞാൽ ഇവരുടെ സാമുവൽ സാറോ ദാനിയൽ സാർ എന്ന് പറഞ്ഞ ഇവരുടെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹം തുടങ്ങിയതാണ്. അങ്ങേരെ കുറിച്ച് നാട്ടിലും പത്തനാപുരത്തും വാകയാറിലും ഒക്കെ ഭയങ്കര ബഹുമാനമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ, അവിടെയും വലിയ കുഴപ്പങ്ങളില്ലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ അടുത്ത മക്കളെ കല്യാണം കഴിച്ചു. മരുമക്കള് അവരാണ് തകർത്ത് കിടന്നത്. അതല്ലേ കുന്നത്തുകളത്തിൽ എത്ര വിശ്വസ്തയോട് നടന്ന സ്ഥാപനമായിരുന്നു. അതും ഈ മക്കളും മരുമക്കളും കൂടിയാണ് നശിപ്പിച്ച് കളഞ്ഞത്. കുന്നത്ത് കളത്തിൽ എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ. ശരി. പിന്നെ ഞങ്ങൾക്ക് കുറുമത്ര 101 കൊല്ലമായ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, വഴുതനപ്പള്ളിയിൽ എന്ന് പറഞ്ഞു. വഴുതനപ്പള്ളിയിൽ ആ പേരൻസ് ഒക്കെ എത്ര കാർന്നവന്മാർക്ക് എന്ത് വിശ്വസ്ത ഉണ്ടായ മനുഷ്യ. മക്കളായിട്ട് അവസാനം ബസ്സിലും ഒക്കെ കയറി കിടന്ന് കളിച്ച് ഇതിന്റെ പൈസ എടുത്ത് അവസാനം ബസ് ബിസിനസ് എവിടെ അവസാനം പിന്നെ ഇതായി പോയില്ല. എല്ലാം കൂടെ അവസാനം അത് പൊളിഞ്ഞ് പാളിഷായി. അവര് ഗൾഫിന് പോയി സാറേ. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. അപ്പൊ ഞാൻ വഴുതനപ്പള്ളിക്കാരുടെ കഥ പറഞ്ഞപ്പോ എനിക്കും രോഷം വന്നു തുടങ്ങി. ഞാൻ പോയതല്ല. എന്റെ ശ്രീമതിയുടെ വീടിനടുത്താണ് ആ വീട്. പ്രേതാലയം പോലെ വലിയൊരു വീടായിരുന്നു, അതങ്ങനെ കിടക്കുകയാണ്. ആരാണ് ഇനി എന്നുള്ളത്. അവരെല്ലാം അവിടുന്ന് വിട്ടുപോയി. ചിലര് വിദേശത്തെത്തി, ചിലര് കൊല്ലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഒക്കെ ഉണ്ടായിരുന്നു, സംരക്ഷണം ഉണ്ടായിരുന്നു അതിനകത്ത്. അതിന് നേരെ വീടിന്റെ മുൻപിൽ ഒരു അധ്യാപകൻ റിട്ടയർ ചെയ്ത കാശ് രാത്രി മേടിച്ചെടുത്തു. 3-ാം ദിവസം ബാങ്ക് പൊട്ടി. അയാൾ ആത്മഹത്യ ചെയ്തില്ല, അവിടെ ലാസ്റ്റ് കൊടുത്ത ആള്. അതുപോലെ ലിസ്റ്റിനകത്ത്
സാർ വേറെ ലിസ്റ്റ് പൊട്ടിക്കഴിഞ്ഞപ്പോ പൊട്ടാൻ തുടങ്ങിയ സമയത്ത് നമ്മളെ പരിചയത്തിലുള്ള ഒരാള് 5 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളിക്ക് ആ പൈസ പുള്ളിക്ക് തിരിച്ച് കിട്ടിയത്. അത് അവരാ ഭയങ്കര പ്രഷറൊക്കെ ചെയ്ത് പൈസ പുള്ളി കൊടുത്തു. ആക്ച്വലി അത് അൺഒഫീഷ്യലി പൊട്ടിയായിരുന്നു. ലിസിന്റെ ആൾക്കാർക്ക് എല്ലാം പുള്ളി പൈസ കൊടുത്തു സാർ, മിക്കവാറും എല്ലാവർക്കും. അതെയോ? കൊടുത്തോ? തോമസ് സാറേ, കേസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. തോമസ് സാർ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെ ഈ അടുത്ത കാലത്ത് NBFCക്ക് എതിരായിട്ട് ഒരു ഗവൺമെന്റ് മീൻസ് എനിക്ക് തോന്നുന്ന റെഗുലേറ്ററിന്റെ ഒരു നിയമം വന്നു. നിയമം എന്ന് പറഞ്ഞാൽ നിയമം ഇതാണ്: ഈ പൈസ കൊടുത്തിരിക്കുന്നത്, ലോൺ കൊടുത്തിരിക്കുന്ന പൈസ ബലമായിട്ട് മേടിക്കാനുള്ള അവരുടെ അധികാരം എടുത്തു കളയും. യാതൊരു കാരണവശാലും ബലമായിട്ട് മേടിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഗുണ്ട ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണ്. അതെ, ബാങ്കിന് പറ്റിയല്ലോ സാറേ, ലീഗൽ ആക്ടിവിറ്റി ആയിട്ട് പോകാനേ പറ്റൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രേ ഉള്ളൂ. പക്ഷേ ആ ഒറ്റ കാരണത്താൽ തന്നെ നമുക്കറിയാം ഇവരുടെയൊക്കെ പ്രോഫിറ്റ് എന്ത് മാത്രമാണ്. പ്രത്യേകിച്ച് ബജാജ് ഫൈനാൻസിന്റെ ഷെയറിന്റെ വില എബോവ് 6,000 ആണ്. മുത്തൂറ്റിന്റെ ഷെയറിന്റെ വില 1000 കൂടുതലാണ്. ഈ പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഷെയറിന്റെ വില കൂടിക്കിടക്കുന്നത്. അപ്പൊ ഇവര് ഉണ്ടാക്കുന്ന പൈസ എന്ന് പറയുന്ന ഒരു കൈയും കണക്കും. പ്രത്യേകിച്ച് ഇന്ത്യയിലെ നമ്പർ 1 സാധനമാണ് ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസ് ഉണ്ടാക്കുന്ന പൈസ എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്. അവരുടെ പ്രോഫിറ്റ്, അവർ കൊടുക്കുന്ന ഡിവിഡൻഡ്, ഇതെല്ലാം ഈ ആൾക്കാരെ ഞെക്കിപ്പിടിച്ചുണ്ടാക്കുന്ന സാധനമാണ്. ആണാണ് ബജാജ് ഫിനാൻസ് മുകളിലാണ് സാറേ ടാറ്റ ഫിനാൻസ്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ഇതിന് മേളിൽ പിടി വീഴും, ഉറപ്പാ. ഈ രീതിയിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട്. സാറേ, അത് സാധാരണക്കാർക്ക് ശരിയാൽ ഒരു വളരെ ഈസി ആയിട്ട് പണം എടുക്കാനും ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പോലും എനിക്ക് തോന്നുന്നു ബജാജ് ഫിനാൻസ് കൊടുക്കുന്നത് ഈസി ആയിട്ട്. അത് ഇത്ര വളരെ സിമ്പിൾ ഡോക്യുമെന്റേഷനില് പ്രോപ്പർ ആയിട്ടുള്ള റീപേയ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ ഈസി ആയിട്ട് പൊക്കോളും. അല്പസ്വല്പമൊക്കെ ഇത് വരും. കാരണം ഇതിപ്പോ ഉടനെ പ്രത്യേകിച്ച് ഈ സീസണിലൊക്കെ എന്നാ പിന്നെ നടക്കുന്നത്, ഈ പറയുന്ന എല്ലാ ഗൃഹോപകരണ തലങ്ങളിലും ഏറ്റവും കൂടുതൽ റൺ ചെയ്യുന്നത് ഈ ബജാജ് ഫിനാൻസ് തന്നെ. 0% ഇൻട്രസ്റ്റിന് അവർ ലോൺ കൊടുക്കും. 0%. ബാക്കി ലോണൊക്കെ റീഅറേഞ്ച്മെന്റ് കയറി പോയാൽ പോലും അത് വിശ്വാസീയമുള്ള ഒരു എന്ത് ഈസി ആയിട്ട് അതിനകത്ത് ലോൺ എടുക്കാൻ. 0% ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് നമ്മളെ ഇതുണ്ടല്ലോ, ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചു, ആ കടയിൽ നമ്മൾ 0% കൊടുത്തു കഴിഞ്ഞാൽ ആ കടക്കാർ ഇവർക്കൊരു പൈസ കൊടുക്കും. ആ ട്രേഡിങ് നടന്നില്ല. അല്ലാതെ സാറേ 0% കൊടുക്കുന്ന പറയുമ്പോൾ 4 മാസം കൊണ്ട് അടയ്ക്കുന്നവൻ 12 മാസം കൊണ്ട് അടയ്ക്കാന്ന് വിചാരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ ആ ഫണ്ട് കിട്ടിക്കോളും. അത് കിട്ടും. എമൗണ്ട് കൊടുക്കും, പലിശ കൊടുക്കും. സാറേ, ഇവര് ഈ ഫിനാൻസ് കൊണ്ട് ഒരു സ്ഥാപനത്തിന് അവന്റെ കച്ചവടം നടക്കുമല്ലോ, അവന് ഒരു ഇത് ഇവന് കൊടുക്കും. തീർച്ചയായിട്ടും കൊടുക്കും. അതാണ് അവന്റെ സീറോ. ഓരോ കടകളിലും ഒരു ബജാജ് ഫിനാൻസിന്റെ ഒരാൾ അവിടെ വെച്ചിരിക്കുക. അത്രമാത്രം വോളിയം അവിടെ വർക്ക് നടക്കുന്നുണ്ട്. അതാണ് എന്റെ പ്രത്യേകത. ഞാനൊക്കെ ഒത്തിരി എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ. കാരണം നമുക്ക് എത്ര ഈസിയസ്റ്റ് ആയിട്ട് ഫണ്ട് കിട്ടാൻ മാർഗമില്ല. അത് തന്നെയല്ല, പിന്നെ ഈ റീപേയ്മെന്റ് ആയതുകൊണ്ട് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത സീസൺ ആകുമ്പോൾ പുതിയ സാധനം മേടിക്കാൻ നമ്മൾ റെഡിയാവും. കാരണം അത് അടച്ചു തീർക്കും. അതുപോലെ അവരുടെ ഇൻഷുറൻസ് ഉണ്ട്, ബജാജ് അലയൻസ് ഇൻഷുറൻസ്. അതും വളരെ പോപ്പുലറാണ്. ബജാജിന്റേതൊന്നും മോശം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതിന്റെ ബാക്കിംഗ് നല്ല ഒരു വലിയൊരു ഗ്രൂപ്പിന്റെ ബാക്കിംഗ് ഉണ്ട്. ഇതൊക്കെ മോശമാണ് നമ്മുടെ കേരളത്തിലെ സംഭവങ്ങൾ. അവർക്കൊന്നും അത്രയും ബാക്കിംഗ് ഒന്നും പറയാനില്ല. ഒരു കാര്യം കൂടെ, ഇപ്പൊ നമ്മളുടെ ഇവിടെ വന്നിരിക്കുന്ന കേരളത്തിൽ വന്നിരിക്കുന്ന ഒരു പുതിയ കൺസെപ്റ്റ് ആണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറഞ്ഞ സാധനങ്ങൾ. അത് ഈ അഗ്രികൾച്ചർ ലോൺ കൊടുക്കുന്ന ഇതൊരു NBFC പോലത്തെ ഒരു പ്രസ്ഥാനമായിട്ടും അതൊരു കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് സാർ എന്താ പറയുന്നത്? പലിശയും കൂടുതൽ കൊടുക്കുന്നുണ്ട് സാറേ. പലിശയും കൂടുതൽ കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും നിധി കമ്പനികളാ സാറേ. നിധി ശരിക്കും പറഞ്ഞാൽ ഈ നിധി കമ്പനികളായിട്ട് തുടങ്ങുന്ന സ്ഥാപനങ്ങൾ അതല്ല കൂടുതൽ. അല്ല, അതൊരു വേറെ കാറ്റഗറിയാ. അത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എന്ന് പറഞ്ഞ വേറെ കാറ്റഗറി ആയിട്ട് സൊസൈറ്റി ആയിട്ടാണ് തോന്നുന്നു രജിസ്റ്റർ ചെയ്ത്. അതിന്റെ പുറകിൽ അറിയാമല്ലോ. ഇവര് ശരിക്കും കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവർ പൈസ വാങ്ങിക്കുന്നത്. ആക്ച്വലി ഇവർക്ക് നമ്മുടെ കോഓപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ഒരു ബന്ധമില്ല. ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് അതിന്റെ പുറകിലുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അതിന്റെ പുറകിലുള്ളത്. ഇത് അടുത്ത സ്കാം അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അവര് ഭയങ്കര ബാക്കിംഗ് ഉള്ളത് കൊണ്ട് അങ്ങനെയൊന്നും തകരാറ് വരികയില്ലെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഞാൻ പേര് പറയുന്നില്ല. കേരളത്തിലുള്ള ഒരു ഇതുപോലത്തെ സൊസൈറ്റി ഏകദേശം 2 വർഷം കൊണ്ട് 1000 കോടി കൂടുതൽ കളക്ട് ചെയ്തു. അതൊക്കെ ശരിയാണ്.
സാറേ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഇപ്പം ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ, ബാങ്ക് എന്നുള്ള പേര് പോലും വെക്കാൻ പറ്റത്തില്ലല്ലോ പുതിയ നിയമം അനുസരിച്ച്. പക്ഷെ ആ നിയമം ഇവിടെ ആപ്ലിക്കബിൾ ആക്കിയിട്ടില്ല സാറേ. കേരള ഗവൺമെന്റ് ഇതുവരെ ഇതാക്കിയിട്ടില്ല. അത് വരും. സാറേ ഇത് ഈ നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഈ ഓൺലൈനിൽ കൂടെ 5000 രൂപയും 10000 രൂപയും ലോൺ കിട്ടുന്ന ഒരു പരിപാടിയുണ്ട്. ഒത്തിരി തട്ടിപ്പ്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിന് തട്ടിപ്പാന്ന് പറഞ്ഞാൽ എന്തൊരു ആളുകൾ അതിൻ്റെ അകത്ത് ഒന്ന് പെടുന്നതെന്നറിയാം. കാരണം പെട്ടെന്ന് വരുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് പണം ലെൻഡ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ മാർഗമായിട്ട് അത് കണ്ടു. പക്ഷെ അത് പിന്നെ അവര് ഒത്തിരി മിസ്യൂസ് ചെയ്ത് ഇരട്ടിയും 4 ഇരട്ടിയൊക്കെ പിടിക്കുന്ന മാനഹാനി ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് ആളുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതാണ് ഇതിനകത്ത് വേറെ കാര്യം സാറേ. അതായത് ഒരു റേറ്റിംഗ്, സിബിൽ റേറ്റിംഗ് അവർ കാണുന്നുണ്ട്. ആ സിബിൽ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഇന്നും വിളിച്ചു പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു ബജാജ് ഫൈനാൻസ് ആണെന്ന് തോന്നുന്നു, യു ആർ എലിജിബിൾ ഫോർ എ ലോൺ ഓഫ് ദിസ് മച്ച്, താല്പര്യം ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാനത് കട്ട് ചെയ്തു. അതിൻ്റെ അത് റിസ്ക് ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടും പിന്നെ ബജാജ് ആയിരുന്നുകൊണ്ട് എനിക്ക് ആവശ്യമില്ലായിരുന്നു തോന്നിയതുകൊണ്ടുമാണ്. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് ബജാജ് ഫൈനാൻസ് ആണെങ്കിൽ അതിനകത്ത് അത്ര വലിയൊരു ഇതില്ല. കാരണം അവർ നമ്മുടെ സിബിൽ റേറ്റിംഗും നമ്മുടെ റീപേയ്മെന്റും ഒക്കെ അസസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ എല്ലാ ക്രെഡിറ്റ് കാർഡ് കമ്പനികളും നമുക്ക് പേഴ്സണൽ ലോണുകൾ തരും. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഈ പറഞ്ഞ പോലെ 18% 20% ഒക്കെ ആയിരിക്കും. അവർ പറയുന്ന മന്ത്ലി ഇൻട്രസ്റ്റ് ആയിരിക്കും 1 point something എന്ന് പറഞ്ഞാൽ, അല്ലെ 2 point. ഇന്റ് 12 ഗുണിച്ച് നോക്കണം ഇയർലി ഇൻട്രസ്റ്റ് വേണമെങ്കിൽ. അതൊന്നും നോക്കാൻ സമയം കിട്ടത്തില്ല. അതിന് മുമ്പ് നമ്മൾ സാധനം മേടിച്ചിട്ട് നമ്മൾ കുത്തി കഴിഞ്ഞു, സംഭവം വീണ് കഴിഞ്ഞു. ഇവര് സൈബറിലും വളരെ പ്രോഗ്രസീവ് ആണ്. അവരെല്ലാം ത്രൂ സൈബറാ. ഏത് നമ്മള് ഇത് കൊടുത്താലും അവരുടെ അഡ്വർടൈസ്മെന്റ് പോലെ കയറി വരും, ഞങ്ങൾ ഇത്ര ലോൺ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. അങ്ങനെയാ വരുന്നത്. ഒരു നാഷണലൈസ്ഡ് ബാങ്കിന്റെ ടേൺ ഓവർ അവർക്ക് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ബജാജ് ഫിനാൻസിനെ കുറിച്ച് ഒത്തിരി കംപ്ലൈൻസ് വന്നിട്ടുണ്ട് സാറേ. അവര് ഇത് ഏറ്റവും കൂടുതൽ ലോൺസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് ബജാജ് ഫിനാൻസ്. പക്ഷെ അവരെ കുറിച്ച് ഒരുപാട് ഇഷ്യൂസ് റീസെന്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവര് ഒത്തിരി ആൾക്കാരെ ഹരാസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. ടേംസ് മാറിക്കഴിഞ്ഞാൽ ഭയങ്കര ഹരാസ്മെന്റ് ആണ്. പേയ്മെന്റ്, നോർമൽ പേയ്മെന്റ്. അതുപോലെ തന്നെ നമ്മൾ ശരിക്കും പഠിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് ഒത്തിരി എമൗണ്ട് ഒക്കെ എക്സ്ട്രാ പോകുന്നു. അപ്പൊ ഇതൊന്നും ഓർക്കാതെ എടുക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. അതിന് കൂടുതൽ ബാക്കിലേക്ക് പോയി ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ്, പ്രോസസിംഗ് ഫീ, ചാർജസ് എന്നൊക്കെ പറഞ്ഞ് കുറെ പിടിക്കും. അതാണ് അവരുടെ ലാഭം. ഇവിടെ സാറേ ഞാൻ ഈ അടുത്ത കാലത്ത് പങ്കജ് ഹോട്ടലിനപ്പുറത്തായിട്ട് അതിന്റെ അകത്തോട്ട് കയറുന്ന വഴിക്ക് ബജാജിന്റെ ഒരു ഓഫീസുണ്ട്. ഞാൻ വെറുതെ അതിൻ്റെ അകത്തൊന്ന് കയറി നോക്കി. കണ്ടമാനം ആൾക്കാർ അതിൻ്റെ അകത്ത്, നോർത്ത് ഇന്ത്യൻസ്, ഇവിടുത്തെ കേരളക്കാരെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അവിടെ കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആണ്. ഒരാൾക്ക് അയാളുടെ കാര്യം അറിയണമെങ്കിൽ ഒരു സ്ക്രീനെ പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അയാളുടെ ലോൺ എത്രയാണ്, എമൗണ്ട് എത്രയാണ്, എത്ര കിട്ടും, എല്ലാം ഫുള്ളി ഓട്ടോമേറ്റഡ് ഒരു എൻവയറമെന്റ് ആണ് അവരുടേത്. അല്ലാതെ ആ നമ്പർ കൃത്യമായിട്ട് നമ്മുടെ ടെലിഫോൺ നമ്പർ മാത്രം മതി. അത് മാത്രം മതി, വേറെ ഒരു സാധനം വേണ്ട. പണം എടുക്കുവാണെങ്കിൽ ആധാർ അങ്ങനെയൊക്കെ വേണ്ടി വരും. അത് വൺസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രമാത്രം ക്ലിയർ ആണ്. അവരുടെ കൂടെ ഒരു ഭയങ്കര വിശ്വസ്തമായിട്ട് അങ്ങ് പോവാം. നമ്മുടെ റീപേയ്മെന്റ് കപ്പാസിറ്റി ആണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും നമ്മുടെ അടുത്ത എമൗണ്ടും ഫിക്സ് ചെയ്യുന്നത്. അതിപ്പോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഇപ്പൊ അങ്ങനെയാണല്ലോ സാറേ. സിവിൽ റേറ്റിംഗ് സിവിൽ റേറ്റ് വെച്ചാണല്ലോ അവരുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. NBFC-കളുടെ ഒരു കുഴപ്പം സാറേ, നമ്മൾ ഒരു പേയ്മെന്റ് അവർക്ക് ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അവന്റെ ഇൻട്രസ്റ്റ് എല്ലാം മാറി ഭയങ്കരമായിട്ട് ഫൈനും കാര്യം ഒക്കെ വരിക. നമ്മുടെ സിവിൽ റേറ്റിംഗ് അന്നേരം കുറഞ്ഞല്ലോ. ഒരു ഡിഫാൾട്ട് വന്നാൽ നമ്മുടെ സിവിൽ റേറ്റും കുറഞ്ഞു. അതെ. ഇതിന്റെ അതൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ബാങ്കിൽ ചെന്ന് ഒരു ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ഫോർമാലിറ്റീസ് എന്തെല്ലാമാണ്. നമുക്ക് സെക്യൂരിറ്റി കൊടുക്കണം, നമ്മുടെ റീപേയ്മെന്റ് കപ്പാസിറ്റി അഷ്യൂർ ചെയ്യണം, എത്ര പ്രാവശ്യം ചെല്ലണം, ഇത് എന്തിനു വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് അത് അറിയണം. ഒപ്പട്ടിക്ക് അനുസരിച്ചായിട്ട് കൊടുക്കുന്ന ലോണാനെ പോലും ഇതെല്ലാം ചോദിക്കും. കാരണം ഇതെല്ലാം ചോദിക്കുന്നതിനാണ് പബ്ലിക്കിന്റെ ഫണ്ട് എടുത്താ കൊടുക്കുന്നത്. അപ്പോൾ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പാക്കണ്ടേ. അല്ല സാറേ, ഇതിന്റെ വളരെ കുറച്ച് എമൗണ്ട് വളരെ പെട്ടെന്ന് കിട്ടും. വളരെ കുറച്ച് എമൗണ്ട് വളരെ പെട്ടെന്ന് കിട്ടും. അതാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വരുന്നു. ഉദാഹരണത്തിന് നാളെ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറയുന്നു, 2 ലക്ഷം രൂപ കെട്ടിവെക്കണം എന്ന് പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൈ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഓടി ചെല്ലുന്ന ഇവരുടെ അടുത്തേക്കാ. അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുകയാണ്. അതാണ് ഇവിടെ ആ രീതിയിലാണ് ഈ കമ്പനി എല്ലാം വളരുന്നത്. അതായത് നമ്മുടെ പെട്ടെന്നുള്ള അത്യാവശ്യം, ഫിനാൻഷ്യൽ അത്യാവശ്യത്തെ
ഇവര് ശരിക്കും അങ്ങ് മുതലെടുക്കുകയാണ്. ഒരു ബാങ്കിൽ ചെന്നാൽ കിട്ടത്തില്ല. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഓടി ചെല്ലും, പൈസ കിട്ടും. പക്ഷെ നമ്മള് ഒരു വലിയ എലിക്കണിക്കകത്ത് തല വെച്ചാൽ പോരുന്നുള്ള. അതെ, അതിനകത്ത് രസം എന്ന് വെച്ചാൽ 10,000 രൂപയുടെ TV, സ്മാർട്ട് TV മേടിക്കാൻ പോകുന്നത് നമ്മൾ 40,000 രൂപയുടെ TV മേടിച്ചോണ്ട് പോകും. കാരണം ഫണ്ട് പ്രശ്നമില്ല, ലോൺ കിട്ടുക, ലോൺ കിട്ടും. ഓൺലൈൻ അവര് അപ്പം തന്നെ എല്ലാം റെഡിയാക്കി തരുമല്ലേ. വളരെ ഇത്ര ഈസി ആയിട്ട് എവിടെ നിന്ന് കിട്ടും. അങ്ങനെയാണ് കടത്തിലേക്ക് പോകുന്നത്. കാർ വാങ്ങിക്കുന്നതിനേക്കാളും എളുപ്പം ഫസ്റ്റ് ഹാൻഡ് പുതിയ വണ്ടി വാങ്ങിക്കുന്നതാണ്. കാരണം പുതിയ വണ്ടിക്കാകുമ്പോൾ 75% ലോൺ കിട്ടും. സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കണ കയ്യിൽ നിന്ന് കാശെടുത്ത് ഉണ്ടാക്കാൻ. പല സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് ഇപ്പൊ ലോൺ കിട്ടും കേട്ടോ. കിട്ടാൻ തുടങ്ങി 10 വർഷം വരെയുള്ള കിട്ടും അല്ലെ? 10 വർഷം വരെ 5 കൊല്ലം 10 കൊല്ലം വരെയുള്ള കിട്ടും. കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? നാളെ നമുക്ക് മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്കാണ് കേട്ടോ വേണു സാറിന്റെ. എല്ലാവരും മെമ്മറി ഒക്കെ ആയിട്ട് വരണം, ബ്രെയിനും ഒക്കെ ആയിട്ട് വരണം. ഒരു ചോദ്യം കൊണ്ടൊന്ന് ചോദിച്ചോട്ടെ. നമ്മുടെ മെമ്മറി അത്ര മോശമല്ലെന്ന് മനസ്സിലായില്ലേ? ലിസിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? പിന്നെ അത് ഇതിനകത്ത് പങ്കെടുക്കാത്ത ഒറ്റ ആളേ ഉള്ളൂ, ഉലകന്നൻ സാറ്. കുറച്ച് പഠിക്കണം. ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. ജോഷി സാർ പറയും. ഏതായാലും തോമസ് സാറിന് ഒരു നല്ല അഭിനന്ദനം. കാരണം ഈ കാശിന്റെ കാര്യം വന്നപ്പോ ചർച്ച വളരെ സജീവമായി. ആവശ്യമില്ല സാർ, എല്ലാവരും പെട്ടുപോകുന്ന പ്രശ്നമാണ്. പക്ഷെ നമ്മുടെ പ്രോഗ്രാമിന് ആള് വളരെ കുറച്ചേ വരാറുള്ളൂ സാറേ. മറ്റേ സൈക്കോളജി ഒക്കെ പറയുമ്പോഴാണ് 50-60 പേരൊക്കെ വരുന്നത്. സാറേ നഞ്ചെന്തിനാ നാനാടി, കുറച്ചു പേരെ ഭയങ്കര. എന്റെ ചോദ്യം ഇതാണ് സാറേ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലാബല്ല, സമേരിയാസ് ഒക്കെ ഇവിടെ വലിയ തോതിൽ. സാറേ കേൾക്കുന്നില്ല സാറേ, സാറേ അൺമ്യൂട്ട് ചെയ്യൂ, പറഞ്ഞു കേൾക്കുന്നില്ല. ജോഷി സാറേ അൺമ്യൂട്ട് ചെയ്യൂ. സാറേ ഞാൻ മുഴുവൻ കേട്ടു. അഭിപ്രായം പറയാൻ എനിക്ക് അവസരം തന്നാലല്ലേ പറ്റുള്ളൂ. നിങ്ങൾ എല്ലാവരോടും കൂടി പറഞ്ഞു തീർന്നില്ല ജോഷി സാറോട് പറഞ്ഞിട്ട് അവസരം. അല്ല, ഞാനേ 8:30 നമ്മുടെ വിൻസെന്റ് സാറിന്റെ ഒരു ലീഗൽ സെഷൻ ഉണ്ട് വെള്ളിയാഴ്ചകൾ, കളമശ്ശേരി ബാർ അസോസിയേഷൻ. അല്ല ഞാൻ പറയാതെ സാറ്, ഞാൻ ഓർക്കുമായിരുന്നു സാറ് ആദ്യം ടോൾസിൽ ചേർന്നിട്ട് സാറ് തുടങ്ങിയപ്പോ സാറ് പറയും തീർച്ചയായിട്ടും ഇതൊരു ഗുണകരമാകും, തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ട് പറയും. ഇപ്പൊ ഞാൻ പറയുമ്പോൾ സാറേ എപ്പോഴും തീർച്ചയായിട്ടും പറയേണ്ടത്. ഇപ്പൊ തീർച്ചയായിട്ടും നല്ല ഇപ്പൊ ആളങ്ങോട്ട് തെളിഞ്ഞ്, എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി ഇനി വിളിക്കുമെന്നാ പേടി അഡ്വൈസറായിട്ട്. അതായത് ഫൈനാൻഷ്യൽ അഡ്വൈസർ. സുരേഷ് സാറേ, സാറിന്റെ ആവനാടിലുള്ള എല്ലാം ഇവിടെ സാറ് പയറ്റി റെഡിയാക്കി. 10-35 ക്ലാസ് എടുത്തേ. 10-35 ക്ലാസ് സാർ എടുത്തു. 40 കഴിഞ്ഞിട്ടുണ്ട്. 40 കഴിഞ്ഞു. അതല്ല സാറ് കൈകാര്യം ചെയ്യുന്ന രീതികളും ഇന്നാണ് ഒരിക്കലും MSME പറ്റി ഒക്കെ എടുത്ത് പറഞ്ഞിരുന്നല്ലോ സാർ. ഇങ്ങനെ എല്ലാത്തിനെ പറ്റിയും പറയും. ആദ്യം ടോട്സിൽ ഒരിക്കലും MSME പറ്റി പറഞ്ഞിട്ടല്ലേ സാർ, ഓർക്കുന്നില്ലേ? ടോട്സിൽ എടുത്തിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ എടുത്തായിരുന്നു MSME-യുമായിട്ട് ബന്ധപ്പെട്ട. ഇവിടെ ഇനിയിപ്പോ സാർ റിസർച്ച് ചെയ്ത് പേപ്പറുകൾ ഉണ്ടാക്കുന്നു. നല്ല സാറേ. ഞങ്ങളുടെ എനിക്ക് ജോബി സാറിനെ കൂടെ ഞാൻ അങ്ങ് വിളിക്കുവാണ്. ജോബി സാർ അങ്ങ് വരികയല്ലേ? സാറേ സുരേഷ് സാറ് എനിക്ക് ഒരുപാട് അഡ്വൈസ് തന്നിട്ടുണ്ട്. അത് എന്നെ എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കൂടുതൽ ചെയ്ത ആളാ കേട്ടോ സാറ്. സുരേഷ് സാറ് സാബു സാറൊക്കെ ഒരേ കാറ്റഗറി വരുന്നവരാ. സുരേഷ് സാറിനെ പ്രത്യേകം ഞാൻ ഓർക്കുന്നുണ്ട് ആ കാര്യത്തിൽ. അല്ല ഞാനത് പറയാതെ സാറ് ആദ്യം വന്നപ്പോഴേ എനിക്ക് തോന്നുന്നു സാർ റിട്ടയർ ആയി ആദ്യം സ്പോർട്സ് ചേർന്നപ്പോൾ തന്നെ 6:30 വരുമായിരുന്നല്ലോ. 6:30 പിന്നെ ഇതിന്റെ ഫോളോ അപ്പ് സെഷനിലും ഞാൻ ഓർക്കുന്നുണ്ട്. ആദ്യമൊക്കെ 6:30 എടുക്കുന്ന ടോപ്പിക്കിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ അതൊക്കെ മാറിയത്. അപ്പൊ ആ ഒരു ചേഞ്ച് ആണ് സാറിന്റെ ഇഷ്ടമുള്ള ഫീൽഡ് വന്നപ്പോ സാറിന്റെ ആ പെർഫോമൻസിന്റെ തലം തന്നെ അങ്ങ് മാറിപ്പോയി. സാബു സാറിന് കൺഗ്രാജുലേഷൻ സാറേ. സാബു സാറ് നീണാൾ വാഴട്ടെ. ഞാൻ അങ്ങോട്ട് പോകണം. അഡ്വക്കേറ്റ് വിൻസെന്റ് ജോസഫ് സാറിന്റെ ക്ലാസ്സിൽ കയറിയേ പറ്റും. കാരണം ശരി. ഓക്കെ സാർ, ബൈ.
ജോഷി സാർ പറയും. ഓക്കെ, അതായത് നമ്മൾക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് വളരെ വലിയ തോതിൽ പ്രവർത്തിച്ച ഈ ലാബല്ല സമരിയാസ് അവരൊക്കെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പൊട്ടിത്തകർന്നു. അതിനുശേഷം നിരവധി പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് സർക്കാർ ഏജൻസികൾക്ക് അല്ലെങ്കിൽ ആ പ്രവർത്തകർക്ക് വിദഗ്ധന്മാർക്കൊക്കെ അറിഞ്ഞുകൂടെ ഓരോ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതും? ഇത് ആരംഭത്തിലെ തന്നെ ഇതിനെ നിയന്ത്രിക്കാൻ പാടില്ലേ? പൊതുജനങ്ങളെ അറിയിക്കാൻ പാടില്ലേ? അങ്ങനെയെങ്കിൽ ഈ വലിയ അപകടം വരും. അതിൽ എവിടെയാണ് അതിന്റെ ഒരു പെശക് ഇപ്പോഴും നിലനിൽക്കുന്നത്? അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സാറേ, നമ്മുടെ ടോപ്പ് ലെവലിൽ മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ലെവലിൽ തന്നെ സത്യസന്ധതയും വിശ്വസ്തയും നിലനിന്നാൽ മാത്രമേ അത് താഴെ ലെവലിലേക്ക് വരുള്ളൂ. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ടോപ്പ് ലെവലിൽ പോലും അതില്ല. അത് ഈ ടോപ്പ് ലെവലിൽ നിൽക്കുന്നവർ തന്നെ ഇത് എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്നുള്ള രീതിയിൽ പലതും നമ്മൾ പല സ്റ്റേറ്റുകളിലും കാണുന്നില്ലേ? എങ്ങനെ MLA കാശ് കൊടുത്ത് വാങ്ങിക്കാം, അതാണോ ഒരു ജനാധിപത്യം ഉദ്ദേശിക്കുന്ന സംഗതി? അപ്പം ടോപ്പിൽ ഇരിക്കുന്ന ആൾ വിശ്വസ്തയോടും സത്യസന്ധതയോടും ചെയ്തില്ലെങ്കിൽ അതിന്റെ താഴെ ഒരു പ്രസ്ഥാനത്തിനെയും ആ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു കൾച്ചറാണ് നമ്മുടെ രാജ്യത്തിന്റെ കൾച്ചർ, നമ്മുടെ അല്ലെങ്കിൽ ഒരു ഏഷ്യൻ കൾച്ചർ തന്നെ അതാണ്. യൂറോപ്യൻ കൾച്ചർ കുറച്ചുകൂടെ വ്യത്യസ്തമുണ്ട് ആ കാര്യത്തിൽ. എന്തൊക്കെ പറഞ്ഞാൽ അത് തുടർന്നുകൊണ്ടിരിക്കും സാറേ. അത് അതിന്റെ വഴി. അവനോൻ നോക്കുക, ഈ തട്ടിപ്പ് ചെന്ന് പെടാതിരിക്കാൻ അവനോൻ നോക്കുക എന്ന് മാത്രമേ ഇതിന് ഒരു പരിഹാരമുള്ളൂ. ഈ സാധാരണക്കാരനെ തിരിച്ചറിയാൻ പറ്റില്ലെന്നേ. ഈ വലിയ കെട്ടിടവും 15 കൊല്ലത്തെ പാരമ്പര്യം അല്ല 50 കൊല്ലത്തെ പാരമ്പര്യം, ഇത്ര കോടികളുടെ നിക്ഷേപം, ഇതൊക്കെയല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലേ ഞാൻ പറഞ്ഞ മുമ്പ് വഴുതനപ്പള്ളി 100 കൊല്ലത്തിന് മുമ്പ് എന്റെ കാർന്നന്മാരായിട്ട് വല്യപ്പന്മാരായിട്ട് ഏറ്റവും പഴയ സ്ഥാപനമായിട്ട് പറഞ്ഞിരുന്നവരാണ് ഈ വഴുതനപ്പള്ളി. പറഞ്ഞിട്ട് കാര്യമില്ല, തലമുറ മാറി, ആ വിശ്വാസ്യതയും വിശ്വസ്തയും എല്ലാം പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് വീണ്ടും മെമ്മറി ടെക് ബൂസ്റ്റേഴ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു തോമസ് സാർ. ഓക്കെ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. എനിക്ക് നാളത്തെ കേൾക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒരു യാത്രയില്ല, പറ്റുകയാണെങ്കിൽ കയറും. വീഡിയോ ആയാലും കാണാം. ഓക്കെ, സീ യൂട്യൂബ് കാണാം.